ഡിഗ്രി ഇല്ലാത്തവർ മണ്ടന്മാരാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് തിരുത്തി എഴുതുക എന്നുള്ളത് തന്നെയാണ് ഡിഗ്രിയുടെ ഉദ്ദേശം, വേറെ ഒന്നുമല്ല. കാരണം ഈ പറഞ്ഞ ഒരു ട്രോമ എനിക്കുമുണ്ട്, ഞാൻ അതിൻ്റെ ഒരു വ്യക്തിമാണ്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ എൻ്റെ അച്ഛനാണെങ്കിലും എൻ്റെ അമ്മയോട് പറഞ്ഞിട്ട് ഡിഗ്രിയില്ല എങ്ങും എത്തൂല. അപ്പോൾ ശരിക്കും ഡിഗ്രി ഉള്ളവരല്ലേ മണ്ടന്മാർ? ഇപ്പോൾ ഈ പറയുന്ന പോലെ നമ്മുടെ നാട്ടിൽ ഡിഗ്രി ഇല്ലാത്തവൻ മണ്ടൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഡിഗ്രി ഇല്ലാത്തവൻ പൊട്ടൻ, അല്ലെങ്കിൽ അവനെ ഒന്നിനും കൊള്ളത്തില്ല, അവന് ബുദ്ധി ഇല്ലെന്ന് പറയുന്നു. ഡിഗ്രി ഉള്ളവർക്കല്ലേ ബുദ്ധി ഇല്ലാത്തത്? ഈ യുഗത്തിൽ എനിക്ക് മനസ്സിലാക്കിയ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് എത്ര ഡിഗ്രി ഉണ്ടെന്നോ, അല്ലെങ്കിൽ ഒരു ഡിഗ്രിയുടെ കടലാസല്ല ഒരാളുടെ അറിവിൻ്റെ മാനദണ്ഡം. ഒരു സീനിയർ സിറ്റിസൻ്റെ ലൈഫ് ടൈം ആയിട്ടുള്ള സേവിങ്സ് ഒരു മകളുടെ കല്യാണത്തിൽ തീർന്നു. അതാണോ ഫൈനാൻഷ്യൽ ഫ്രീഡം? അതാണോ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇവിടെ തരുന്ന ഫൈനാൻഷ്യൽ ഫ്രീഡം? ഈ ഡിഗ്രി ഇല്ലാതെ അവർ സ്കില്ലിൻ്റെ ബേസിൽ, അവരുടെ കഴിവിൻ്റെ ബേസിൽ, മെറിറ്റിൻ്റെ ബേസിൽ അവർക്ക് അവരുടെ ലൈഫ് സെറ്റിലാക്കാൻ പറ്റണം, അവർക്ക് ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആകാൻ പറ്റണം. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്ര പേരുണ്ട് ഇപ്പം 12th കഴിഞ്ഞ സ്റ്റുഡൻസ്? അവർ കോളേജിൽ പോകുന്നില്ല, കോളേജിൽ പോകുന്നതിന് വരെ ഇവിടെ ജോയിൻ ചെയ്യുക. എന്നിട്ട് അവരുമായിട്ട് നമ്മളിന്ന് സംസാരിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യം അതാണ്, നിങ്ങൾ ഡിഗ്രിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 വർഷത്തെ കോഴ്സാണ്. നിങ്ങൾ 18ാമത്തെ വയസ്സിൽ ട്രേഡിങ് തുടങ്ങുന്നു എന്ന് വിചാരിക്കുക. ട്രേഡിങ് പോട്ടെ, ഇപ്പോൾ നമ്മൾ പല കോഴ്സുകളും ഉണ്ട്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, AI ആയിക്കോട്ടെ, ബിസിനസ് ബിൽഡിംഗ് ആയിക്കോട്ടെ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഒരാൾ 18ാമത്തെ വയസ്സിൽ ഒരാൾ ട്രേഡിങ് തുടങ്ങി. ഇപ്പോൾ ഈ പറഞ്ഞ അതേ കണക്കെടുക്കുക, 2 വർഷത്തിൽ ആ പയ്യൻ നീക്കുന്നത് 1 ലക്ഷം രൂപ പ്രോഫിറ്റിലായിരിക്കും. ഓക്കെ, +2 കഴിഞ്ഞിട്ട് കോളേജിൽ പോകാതെ ഒരു പയ്യൻ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങിയാൽ അവൻ്റെ 18ാമത്തെ 19ാമത്തെ വയസ്സിൽ അവൻ 1 ലക്ഷം രൂപ ഒരു മാസം ഉണ്ടാക്കി തുടങ്ങും. ഹലോ എവരിവൺ, എൻ്റെ പേര് ജെർവിൻ. ഞാൻ ഡിഗ്രിയിലെ മെൻറ്ററാണ്. ഓൾമോസ്റ്റ് ഒരു 4 വർഷത്തോളം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ട്രേഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഗ്രിയെ മറ്റ് ട്രേഡിംഗ് അക്കാഡമിയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്താണെന്നും, ഡിഗ്രിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം എൻ്റെ ട്രേഡിംഗ് കരിയറിലും എൻ്റെ ട്രേഡിംഗ് സൈക്കോളജിയിൽ വന്ന മാറ്റങ്ങൾ ജസ്റ്റ് എൻ്റെ ഫ്രണ്ട്സിനെ അറിയിക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. അപ്പം നമ്മുടെ കൂടെ ഇവിടെ ഉള്ളത് ഡിഗ്രിയുടെ സിഇഒയും സീനിയർ മെൻറ്ററുമായ സുബിൻ സാറാണുള്ളത്. നമസ്കാരം സുബിൻ സാർ. സുബിൻ സാർ, ആദ്യമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്തപ്പോഴത്തേക്കും പേരൻസിൻ്റെ എതിർപ്പുകൾ നേരിട്ടിട്ടില്ലായിരുന്നോ? ഞാൻ ആദ്യമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞിട്ടില്ലേ കഥ, ഞാൻ ബാംഗ്ലൂർ ജിമ്മിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, അതുകൊണ്ട് ഒരു തരത്തിലും പറ്റത്തില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് വന്നത്. അപ്പം തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. എനിക്ക് അന്ന് ബോഡി ബിൽഡിംഗ് ആയിരുന്നു ഏറ്റവും ചെയ്യണമെന്ന് ആഗ്രഹം. അന്ന് എൻ്റെ പൈസ ഇല്ലായിരുന്നു. കാരണം ബോഡി ബിൽഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ്. അപ്പോൾ അതിന് ഇത്ര രൂപയില്ല, നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ബോഡി ബിൽഡിങ് ചെയ്യണം, ജിമ്മിൽ ട്രെയിനായിട്ട് ഇരിക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ബാംഗ്ലൂർ പോയതും. ബാംഗ്ലൂർ ഇവിടെ നിന്നിട്ടും എനിക്ക് അന്ന് 12,000 രൂപ എന്തോ സാലറി ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ എന്നുള്ള രീതിയിൽ ഇരുന്നപ്പോഴാണ് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വിടുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ ബിടെക് കഴിഞ്ഞിട്ട് ബിടെക്കിൻ്റെ ജോലിക്ക് പോയില്ല, എക്സാം എഴുതിയെടുത്തില്ല, ബോഡി ബിൽഡിംഗ് എന്നും പറഞ്ഞുകൊണ്ട് വീട്ടുകാരെ വിറപ്പിച്ച് പോയി. ആ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ പിന്നെ ട്രേഡിങ്ങിലോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഞാൻ ട്രേഡിങ് ആദ്യം തുടങ്ങിയപ്പോൾ വീട്ടുകാർക്ക് അറിയത്ത് പോലുമില്ല ട്രേഡ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യം. എനിക്ക് തോന്നുന്നു ഞാൻ തുടങ്ങി കുറേ നാൾ കഴിഞ്ഞിട്ടൊക്കെയാണ് അറിഞ്ഞത്. അത് വീട്ടിൽ ആദ്യമായിട്ടൊരു വാഷിംഗ് മെഷീൻ മേടിച്ചു കൊടുത്തപ്പോഴാണ് അറിഞ്ഞത്. കാരണം വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇവൻ ബിടെക് കഴിഞ്ഞു, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, കുറച്ച് നാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, നാട് വിട്ടുപോയി, അത് കഴിഞ്ഞ് വന്നിട്ട് എന്തോ പറഞ്ഞ് ഇരിക്കുന്നുണ്ട്, എന്തോ ചെയ്യുന്നതെന്ന് അവർക്കും അറിയത്തില്ല. അപ്പോൾ എനിക്കാണെങ്കിലും പ്രൂവ് ചെയ്യണം, വേറെ വഴിയില്ല. കാരണം നമ്മളിപ്പം ജെർവിനുള്ള ആ ഒരു സാധനം ഉണ്ടല്ലോ, വീട്ടുകാർക്ക് ഒരു ജെർവിൻ്റെ പേരിൽ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, ജെർവിനെ ആദ്യം പ്രൂവ് ചെയ്യണമെന്നുള്ളത് വീട്ടുകാരായിരിക്കും, അത് കഴിഞ്ഞിട്ടുള്ളതായിരിക്കും ബാക്കിയുള്ളവർ. ഓക്കെ, യു നീഡ് യുവർ ഫാമിലീസ് അപ്രീസിയേഷൻ, ഇതാണല്ലോ മെയിൻ സംഭവം. അപ്പോൾ അങ്ങനെ ഇരുന്ന ഒരു സമയത്താണ് എൻ്റെ അമ്മ ഇങ്ങനെ അച്ഛൻ്റെ അടുത്ത് ഇപ്പോഴും വാഷിംഗ് മെഷീൻ്റെ കാര്യം പറയും. അപ്പോൾ എന്തോ നേരത്തെ കേടായിപ്പോയി. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവത്തിൽ ഇരുന്നപ്പോഴത്തേക്ക് അമ്മ ഇങ്ങനെ പറയുന്നുണ്ട്, അപ്പം ഇങ്ങനെ പോവാം, ഇങ്ങനെ പോവാം, അങ്ങനെ പോവാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം അമ്മ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ കേട്ടോണ്ടിരിക്കുക. ഞാൻ അന്ന് തന്നെ പോയി ഒരു വാഷിംഗ് മെഷീൻ മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി. ഉച്ചയ്ക്ക് രാവിലെ ഈ കോൺവെർസേഷൻ നടന്ന് ഉച്ചയ്ക്ക് വന്ന് പിന്നെ 5 ഡയലോഗാണല്ലോ, മനസ്സിലായോ? അമ്മ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ, ഞാൻ മേടിച്ച് തരത്തില്ലേ. പിന്നെ അപ്പോഴാണ് അവരറിയുന്നത് ഇവൻ എന്തോ ചെയ്യുന്നുണ്ട് ആ ഒരു സംഭവം. അങ്ങനെയാണ് ഞാൻ ട്രേഡിങ്ങിലോട്ട് വിടുന്നത്. അപ്പോഴും ഇവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല, കാരണം എൻ്റെ പേരൻസ് 2 പേരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്, ഗവൺമെൻറ് എംപ്ലോയീസാണ്. അപ്പോൾ അവർക്ക് ഞാൻ ഈ പറഞ്ഞ അക്കാഡമിക് ലെവലിൽ പോകണം, അല്ലാതെ കാരണം അവർക്കൊരു കോൺഫിഡൻസ് ഇല്ലല്ലാതെ. കാരണം അവരുടെ 2 പേരുടെയും എന്താ പറയുന്നത്, ഒരു ഇൻകം സോഴ്സ് എന്ന് പറഞ്ഞാൽ അക്കാഡമിക്സിലൂടെയാണ്. അവർ ഡബിൾ ഡിഗ്രി ഹോൾഡേഴ്സാണ്. അപ്പം അതല്ലാതെ ആൾക്കാർ രക്ഷപ്പെടില്ല എന്നുള്ളൊരു സാധനം എൻ്റെ പേരൻസിനുണ്ട്. സോ ബേസിക്കലി എല്ലാവരെയും പോലെ തന്നെ. ഓക്കെ, സോ പേരൻസ് ഗവൺമെൻറ് എംപ്ലോയീസ് ആയിട്ട് പോലും എന്തുകൊണ്ടാണ് സുബിൻ സാറ് ഗവൺമെൻറ് എംപ്ലോയി ഒരു സാധാരണക്കാർ ചിന്തിക്കുന്ന രീതിയിൽ ചിന്തിക്കാതെ ഗവൺമെൻറ് എംപ്ലോയി എന്നുള്ള ആ ഒരു ആ കരിയർ ചൂസ് ചെയ്യാതെ ഇത്രയും റിസ്കി ആയിട്ടുള്ള ബിസിനസ്സും ട്രേഡിങ്ങും ഒക്കെ നല്ല തലവേദന പിടിച്ചൊരു ജോലിയാണ്, അപ്പോൾ അത്രയും ഹെക്റ്റിക് ആയിട്ടുള്ളൊരു മേഖല തിരഞ്ഞെടുക്കാൻ കാര്യം എന്താണ്? അവർ ഗവൺമെൻറ് എംപ്ലോയീസ് ആയതുകൊണ്ട് തന്നെയാണ് ഞാനത് വേണ്ടാന്ന് വെച്ചത്.
ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ഒരു ധാരണയുണ്ട്, ഈ ഡിഗ്രി ഇല്ലാത്തവൻ മണ്ടൻ എന്ന് പറയും. അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ലൈഫ് ഇപ്പോഴത്തെ കാര്യം എനിക്കറിയത്തില്ല, നേരത്തെ എന്ന് പറഞ്ഞാൽ 10th എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ള അനുസരിച്ചാണ് ഒരു കുട്ടിയുടെ ഒരു തലവരെ ഇടുന്നത് വേണേൽ പറയാം. ഇപ്പം 10th മാർക്ക് ഇല്ലാത്ത ഒരു പയ്യനെ എന്താ ആൾക്കാർ വിളിക്കുക? മണ്ടൻ എന്ന് തന്നെയല്ലേ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ അല്ലെ, അവൻ മണ്ടനാ, പഠിക്കാൻ മോശം, ബുദ്ധിയില്ലെന്ന് പറയും. അതെ അതെ ബേസിക്കലി അങ്ങനെ പറയുന്നത്, മാർക്കില്ലാത്തവന് ബുദ്ധിയില്ല. അത് നാട്ടുകാരും പറയും, ബന്ധുക്കാരും പറയും, വീട്ടുകാരും പറയും, എല്ലാവരും പറയും. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം, ഒരു 12th പോയിട്ടാണ് മാർക്കില്ലാത്തത്, അല്ലെങ്കിൽ ഒരു കോളേജിൽ പോയിട്ടാണ് മാർക്കില്ലാത്ത സപ്ലി അടിക്കുന്നെങ്കിൽ എന്ത് പറയും? അവൻ ശരിയല്ല, അവൻ പഴിച്ചുപോയി, അവൻ വേറെ പരിപാടിയൊക്കെ ആയിട്ട് വഴിതെറ്റിപ്പോയി. ഇതാണ് പൊതുവേ ഉള്ള ഒരു കൺസെപ്റ്റ്. ഓക്കെ, അപ്പം ഈ ഒരു സംഭവമാണ് മെയിനായിട്ട് ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ ഒരു മകനായിട്ട് തന്നെ പറയാം, ഈ പുറമേ നിന്നുള്ള ഒരു സംഭവമുണ്ട്, ഡിഗ്രി ഉണ്ട്, ഗവൺമെൻറ് ജോലി ഉണ്ടെന്നും. പക്ഷേ എൻ്റെ അമ്മയോ എൻ്റെ അച്ഛനോ ഒരു ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ അവർ ഓരോ വട്ടവും കിട്ടുന്ന ഒരു ശമ്പളത്തിൻ്റെ പേരിലാണ് അവരവരുടെ ലൈഫ് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഇപ്പോൾ എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്നൊരു ആഗ്രഹമൊന്നുമില്ല, എൻ്റെ അച്ഛനൊരു ആഗ്രഹമൊന്നുമില്ല, ഇപ്പം ഞാനൊരു ആഗ്രഹം പോയി പറഞ്ഞു എന്നുണ്ടെങ്കിൽ അവരാദ്യം ആലോചിക്കുന്നത്, ഓക്കെ അവരുടെ എക്സ്പെൻസ് വെച്ചിട്ട് ഇത് മീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇതായിരിക്കും അവർ ആദ്യം ചിന്തിക്കുന്ന ഒരു കാര്യം. ഇപ്പം നമ്മുടെ പറയത്തില്ലേ, വരവിനനുസരിച്ച് ചിലവാക്കണമെന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ, പണ്ട് തൊട്ട് ആൾക്കാർ പറയുന്ന ഒരു കാര്യം. അപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വരവിനനുസരിച്ച് ചിലവാക്കുക എന്നുള്ളതല്ല, നമ്മുടെ ചിലവിനനുസരിച്ച് നമുക്ക് വരവുണ്ടാക്കാൻ പറ്റണം. അപ്പം ഇതാണ് എൻ്റെ ബേസിക് ആയിട്ടുള്ള സംഭവം. പിന്നെ ഈ പറയുന്ന പോലെ ഗവൺമെൻറ് എംപ്ലോയീസ് ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് വീട്ടിൽ തീരെ പൈസ കളയാതെ തന്നെ വളർത്തിയത്. ഓക്കെ, ഇപ്പം ഞാൻ പഠിച്ചത് നല്ല നല്ല സ്കൂളുകളിലാണ് പഠിച്ചത്. ഞാൻ പഠിച്ചത് 11th ആണെങ്കിലും 10th ആണെങ്കിലും എല്ലാം ഞാൻ CBSE സ്കൂളിലാണ് പഠിച്ചത്. അത്യാവശ്യം നല്ല സ്കൂൾസിലാണ് പഠിച്ചത്. പക്ഷേ ഈ സ്കൂളിൽ പഠിക്കുന്ന ബാക്കിയുള്ള കുട്ടികളുടെയും ഇതേപോലെ പ്രൊഫൈലിലുള്ള ആൾക്കാരാണ് അവിടെ പഠിക്കുന്നത്. പക്ഷേ അവരുടെ കാശുണ്ടായിരുന്നു, എൻ്റെ കാശില്ല. അപ്പം ഇങ്ങനൊരു സംഭവമുണ്ട്. സോ അന്ന് തൊട്ട് എനിക്കുള്ള ഒരു സാധനം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ഒരു ഇൻസൾട്ടാണ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതേപോലെ തന്നെ ഞാൻ നാണം കെട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കാശിൻ്റെ പേരിലായിരുന്നു. അപ്പം എനിക്ക് ആ ഒരു ഈഗോ ഉണ്ട്, എന്തായാലും കാശുണ്ടാക്കണം എന്നുള്ളതല്ല, അല്ല എനിക്ക് ഡിഗ്രി വേണം, അല്ലെങ്കിൽ മാർക്ക് മേടിക്കണം, എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പം ഇത് പറയുമ്പോൾ എനിക്ക് 10th 98% മാർക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം അത് കഴിഞ്ഞിട്ട് 10th 98% മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ 10th എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ പറഞ്ഞ് ഞാൻ തോറ്റു പോകുന്നത്. അപ്പോൾ തോറ്റു പോകുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് അത്രയും മാർക്കുണ്ട്. അപ്പോൾ അന്നാളും വലിയ അപ്രീസിയേഷൻ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ നമ്മുടെ വഴി എന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ അന്ന് ഈ പറഞ്ഞ പോലെ സ്പോർട്സ് അങ്ങനെ കുറേ ആക്ടിവിറ്റി, 11th 12th വേറെ ഒരു സ്കൂളിൽ പോയി അലമ്പ് പരിപാടികളൊക്കെ ആയിട്ട് 12th 72% എന്തോ മാർക്കുള്ളൂ. അപ്പം അന്നും ആൾക്കാർ പറയുന്നത് IIT പോകണം. അന്ന് എഞ്ചിനീയറിംഗ് ട്രെൻഡിങ് ആയിട്ടുള്ള സമയം. അപ്പം IIT അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ ലക്ഷങ്ങളുണ്ടാക്കാം, എഞ്ചിനീയറിംഗിന് പോയാൽ ലക്ഷങ്ങളുണ്ടാക്കാം. നമുക്ക് ലക്ഷങ്ങളെ അറിയുള്ളൂ. അന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന ലക്ഷങ്ങളെ പറ്റിയാണ്. ഈ കോടികളൊന്നും കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു. എൻ്റെ ഒരു സ്കൂൾ ടൈമിലോ അല്ലെങ്കിൽ ഒരു കോളേജ് ടൈമിലോ പോയപ്പോഴോ. കാരണം എൻ്റെ ഒരു നാടെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ആലപ്പുഴയിലുള്ള ഒരു ഗ്രാമമോ നല്ലൊരു ഗ്രാമപ്രദേശമാണ്. അവിടെ ഈ പറഞ്ഞ പോലെ മൾട്ടി മില്യണേഴ്സോ കോടീശ്വരന്മാരോ ഒന്നും അധികമില്ല. ഉള്ളവരെന്ന് പറഞ്ഞാൽ 60 വയസ്സ് 70 വയസ്സുള്ള ആൾക്കാരാണ് കോടീശ്വരൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പം ഈ ഒരു രീതിയിൽ അപ്പം എനിക്ക് ചിന്തിക്കാൻ അറിയില്ല, എൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഞാൻ കേട്ടിട്ടുള്ള എന്താ, ആയിരങ്ങൾ ലക്ഷങ്ങൾ. അപ്പോൾ എന്താ, എനിക്ക് 1 ലക്ഷം രൂപ ശമ്പളം വേണം. അപ്പം ഈ ലെവലില്ല. അപ്പം ഞാൻ ബിടെക്കിന് പോകുമ്പോഴത്തേക്ക് എനിക്കൊരു വണ്ടി പോലും ഇല്ല. അപ്പം ഞാൻ എൻ്റെ അനിയനോടൊക്കെ പറയും, നിനക്ക് +2 കഴിയുമ്പോൾ ഞാൻ ബൈക്ക് മേടിച്ച് തരും. നമ്മുടെ വിചാരം എന്താ, ബിടെക്ക് കഴിയുന്ന ജോലി ലക്ഷങ്ങൾ ശമ്പളം സെറ്റിലായി. അവൻ കോളേജ് കഴിയുമ്പോഴത്തേക്കും അവന് പ്രീമിയം കാർ BMW കാർ മേടിച്ചു കൊടുക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ പറയുന്നത്, നമ്മുടെ സ്വപ്നങ്ങൾ ഇതല്ല. പക്ഷേ ബിടെക്കിന് ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊക്കെ വെറുതെ. കാരണം എല്ലാ ആൾക്കാരും പറയുന്ന കാര്യം എന്തുവാ, 10th ക്ലാസ് വരെ നന്നായിട്ട് പഠിച്ചാൽ നിൻ്റെ ലൈഫ് സെറ്റാണ്. ഇത് കഴിയുമ്പോൾ പറയും എന്താ, 12th വരെ നല്ലതായിട്ട് പഠിച്ച് മാർക്ക് മേടിക്കുകയാണെങ്കിൽ ലൈഫ് സെറ്റാണ്. ഇത് കഴിയുമ്പോൾ അടുത്ത സ്കീം, കോളേജ് നല്ല മാർക്ക് മേടിച്ച് പഠിച്ചാൽ സെറ്റാണ്. കോളേജ് കഴിയുമ്പോഴോ ഹയർ സ്റ്റഡീസ് ആണ്. ഈ പറയുന്ന പോലെ ഈ ഹയർ സ്റ്റഡീസ് കഴിഞ്ഞിട്ട് എന്തോ സെറ്റാവാൻ പോകുന്നത്, ഒന്നും സെറ്റാവുന്നില്ല. അപ്പം ഇതാണ് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം. അപ്പം ഞാൻ നോക്കുമ്പോഴാണെങ്കിലും എൻ്റെ ഫാമിലിയിൽ ഈ പറഞ്ഞ പോലെ ഒരു BMW കാറില്ല. അല്ലെങ്കിൽ മനസ്സിലായോ, ഇപ്പം എൻ്റെ അച്ഛനാണല്ലോ അമ്മയാണല്ലോ ഒരു പെൻഷൻ ഫണ്ട് കിട്ടുന്നത് ചിലപ്പോൾ ഒരു 50 ലക്ഷം രൂപയായിരിക്കും, ഒരു 60 ലക്ഷം രൂപ, ഇത്രയായിരിക്കും കിട്ടുന്നത്. എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ ജീവിതകാലം മുഴുവനുള്ള ഒരു അധ്വാനം. എന്ന് വെച്ചാൽ ഒരാളുടെ ജീവിതം കഴിഞ്ഞോടെ, ഒരു 55 വയസ്സിൽ ഒരാൾ റിട്ടയർ ആകുമ്പോൾ അയാൾ പിന്നെ ജീവിതമില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ടും സക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്ത ബിസിനസ് ചെയ്ത ഒരുപാട് പേരുണ്ട്. പക്ഷേ ഒരു വലിയ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ റിട്ടയർമെൻറ്റ് ലൈഫാണ്. അപ്പം ആ ഒരു 55 വർഷ കാലം കൊണ്ട് ഒരു മനുഷ്യൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഫൈനാൻഷ്യൽ കേപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ 50 ലക്ഷം രൂപയാണ്. ഈ 50 ലക്ഷം രൂപയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഫ്ലേഷനും കൂടി കൺസിഡർ ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വീട് വെക്കാൻ ഇപ്പം ഈ സമയത്ത് ഒരു 50 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് വെക്കാൻ പറ്റുമോ? ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ഒരു വീട് വെക്കാൻ പറ്റുമോ 50 ലക്ഷം രൂപയ്ക്ക്? ഇല്ല, കുറവാണ്. ഇവിടെ ഫെറാറി ലംബോർഗിനി ഒക്കെ ഉണ്ട്. ഓക്കെ, ഒരു BMW മേടിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് ഗവൺമെൻറ് ജോലി? എന്തിനാണ് ആൾക്കാർ ഗവൺമെൻറ് ജോലി പോകുന്നത്? ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ എന്നോട് തന്നെ ചോദിച്ച ചോദ്യം. കാരണം പൈസ,
ജീവിതത്തിൽ എനിക്ക് മനസ്സിലാക്കിയ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ഡിഗ്രി ഉണ്ടെന്നോ അല്ലെങ്കിൽ ഒരു ഡിഗ്രിയുടെ കടലാസ് അല്ല ഒരാളുടെ അറിവിൻ്റെ മാനദണ്ഡം. ഓക്കെ, യാ ഈ പൈസ എന്ന് പറഞ്ഞൊരു കാര്യം ആൾക്കാരെ റെസ്പെക്ട് ചെയ്യുന്ന ഡിഗ്രിയാണോ പൈസയാണോ? കൊച്ചിൽ നമ്മളോട് പറയും ഈ ഡിഗ്രി ഉള്ളവർ വന്നാൽ തന്നെ നമ്മുടെ നാട്ടിലൊരു കൊഡീഷൻ ടീം ഉണ്ടായിരുന്നു, പുള്ളി എഴുന്നേറ്റ് നിൽക്കുമെന്ന്. ഈ ഡിഗ്രി ഉള്ളവർ അവിടെ ചെന്ന് എഴുന്നേറ്റ് നിൽക്കും പുള്ളി. ഇപ്പം ഇയാളെ ചെല്ലുന്നത് ചിലപ്പോൾ ഒരു മനസ്സിലായി സ്വിഫ്റ്റ് കാറിലായിരിക്കും ചെല്ലുന്നത്, അവിടെ അയാൾക്ക് ഒരു ഡിഗ്രി കാണും. മറ്റേ അയാൾ വന്നിരിക്കുന്നത് പിന്നെ ഒരു ബെൻസയിലായിരിക്കും പുള്ളി വരുന്നത് ഒരു ബെൻസല. അപ്പം ഇയാളെയാണ് സാറേന്ന് വിളിക്കുന്നതും ഇയാളുടെ സ്റ്റാഫാണ് അവിടെ ഒരു പരിപാടി നടത്തുന്നത്. അപ്പം അതിന് വന്നിരിക്കുന്ന ഒരാൾ മാത്രമാണ് ഡിഗ്രി ഹോൾഡർ. അങ്ങനെ കുറേ കൺസെപ്റ്റുകളും കുറേ തെറ്റിദ്ധാരണകളും പറഞ്ഞാണ് നമ്മുടെ പേരൻസ് നമ്മളെ വളർത്തുന്നത്. അപ്പം ഈ ഒരു സംഭവമുണ്ട്. ഇതാണ് മെയിനായിട്ടുള്ള എൻ്റെ ഡിഗ്രിക്കെതിരെയുള്ള ഒരു സംഭവം. കാരണം ഞാൻ ലൈവായിട്ട് കണ്ടിട്ടുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും ഫൈനാൻഷ്യലി സ്റ്റേബിൾ അല്ല. ഇപ്പം എന്നെ ഒരാൾ ഒരു കാര്യത്തിൽ ഉപദേശിക്കുമ്പോൾ എന്തായിരിക്കണം, അയാൾക്കുള്ള മിനിമം യോഗ്യത എന്താ, ഞാൻ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ലെവലിൽ നിൽക്കുന്ന ഒരാളുടെ അടുത്ത് നിന്ന് ഞാൻ ഉപദേശം എടുക്കാൻ പാടുള്ളൂ. ഇപ്പം നമ്മുടെ അച്ഛനായിരിക്കാം, അമ്മയായിരിക്കാം. ഓക്കെ, ഇപ്പം എൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോഴത്തേക്കും അച്ഛൻ ഒരു എന്താ പറയുക, ഒരു കർഷക വീട്ടിലാണ്. ഒരു തരത്തിലുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്ത ഒരു വീട്ടിൽ അവർ 6 മക്കളാണ്. അപ്പം അതിൽ ഒരു ഡിഗ്രി ഉള്ളതോ അല്ലെങ്കിൽ ഒരു റെപ്യൂട്ടഡ് പൊസിഷൻ അച്ഛൻ ഡോക്ടറായിരുന്നു. ഇരിക്കുന്ന ഒരേ ഒരാൾ എൻ്റെ അച്ഛനാണ്. അപ്പോൾ അച്ഛൻ ഈ കടം മേടിച്ചും കുറേ പേര് സഹായിച്ചും അച്ഛൻ ഈ റാങ്ക് ഹോൾഡറൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് അച്ഛനൊരു ഡോക്ടറായതും അല്ലെങ്കിൽ അച്ഛൻ ഈ ഒരു ലെവലിലെത്തിയത്. അപ്പം ആളെ സംബന്ധിച്ചിടത്തോളം ആളൊന്ന് 0-ൽ ഈ ലെവലിലെത്തിയത് വിദ്യാഭ്യാസം കൊണ്ട് മാത്രമാണ്. ഓക്കെ, അപ്പോൾ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിയുടെ മകനും ഇങ്ങനെ തന്നെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന പുള്ളിയെ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം പുള്ളിക്ക് ചെയ്ത ഒരു കാര്യം. ഇപ്പം ഞാൻ എൻ്റെ മക്കളോട് പറയുന്നത് എന്താ, നിങ്ങൾ ഡിഗ്രി പോകണ്ട, നിങ്ങൾ ബിസിനസ് ചെയ്യാനേ പറയത്തുള്ളൂ. കാരണം എനിക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റിയത് ബിസിനസ്സിലൂടെ, അതുപോലെ എൻ്റെ പേരൻസിന് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റി അവരുടെ ഗവൺമെൻറ് ജോബിനാണ്. അപ്പം അവരെൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. പക്ഷേ എനിക്ക് വേണ്ട അതുമല്ല, അതിൻ്റെ മുകളിൽ എനിക്ക് ചെയ്യണം. അപ്പോൾ എനിക്ക് ഡിഗ്രി കൊണ്ട് പറ്റത്തില്ല, എനിക്ക് എൻ്റെ സ്വപ്നങ്ങൾ വേണം. അത്രേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ളൊരു കാര്യം. ഓക്കെ, അപ്പോൾ ഈ ഗവൺമെൻറ് ജോലി എന്നുള്ള സേഫ്റ്റി വിട്ടിട്ട് റിസ്കി ആയിട്ടുള്ള ഒരു ഏരിയയിലോട്ട് വരുമ്പോഴത്തേക്ക് എന്തായാലും ലോസസ് നേരിടുമല്ലോ. ട്രേഡിംഗ് ഒക്കെ ആണെങ്കിലും ലോസസ് നേരിട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ ലോസ് ഫേസ് ചെയ്ത സമയത്ത് എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്തത്? ഈ കൺസെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ ആൾക്കാരും ഏറ്റവും പേടിയുള്ള ഒരു കാര്യം എന്താ, ലോസാ. ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങളെ പറ്റി പേടിച്ചിട്ടാണ് ഒരാൾ ഒരു കാര്യവും ചെയ്യാത്തത്. ഓക്കെ, ഇവിടെ മെജോറിറ്റി 100% ആൾക്കാരുണ്ടെങ്കിൽ 99% ആൾക്കാരും നഷ്ടങ്ങളെ പേടിച്ചും സ്ട്രഗിളുകളെ പേടിച്ചും ബാക്കിയുള്ളവർ എന്ത് പറയുന്നു എന്ന് പേടിച്ചിട്ടുമായിരിക്കും ഒരു കാര്യവും ചെയ്യാത്തത്. അപ്പം അങ്ങനെ പേടിച്ച് ജീവിച്ചുകൊണ്ട് അവർക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുന്നുണ്ടോ? അവരങ്ങനെ പേടിച്ച് ജീവിച്ച് തന്നെ മരിക്കും, അല്ലാതെ വേറെ ഒരു കാര്യമില്ല. ഇപ്പം ഈ പറയുന്ന ബുക്കുകളും എല്ലായിടത്തും ഈ 1% എന്ന് പറയുന്നത് എന്താ? ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ 1% ആണോ 99% ആണോ? അത് 1%. എന്തുകൊണ്ടാണ്? അവർക്ക് ലോസിനെ പേടിയില്ല. ഓക്കെ, എൻ്റെ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. എനിക്ക് ഇങ്ങനെ ജീവിക്കണം, അതിനുവേണ്ടി എന്തും ഞാൻ ചെയ്യും. എനിക്ക് ഒരു പ്രശ്നമല്ല, എനിക്ക് ലോസ് വരുന്ന എനിക്ക് പ്രശ്നമല്ല, എനിക്ക് സ്ട്രഗിൾ വരുന്ന ഒരു പ്രശ്നമല്ല. എനിക്കിപ്പം അതിൻ്റെ പേരിൽ എനിക്ക് പട്ടിണി അടക്കേണ്ടി വന്നാൽ എനിക്കത് പ്രശ്നമല്ല. കാരണം ഞാൻ തുടങ്ങിയത് ഇതിൽ നിന്നാണ്. ഞാൻ 0-ൽ നിന്ന് തുടങ്ങിയ ഒരാളാണ്. ഞാൻ അവിടെ ജീവിച്ചിട്ടുള്ള ഒരാളാണ്. ഞാനിപ്പം ഓക്കെ 0-ൽ നിന്ന് തുടങ്ങി, ഞാനൊരു 10 ലക്ഷം രൂപ കിട്ടി. എനിക്ക് 10 ലക്ഷം രൂപയല്ല വേണ്ടത്. ഇപ്പം ഒന്നെങ്കിൽ ഏറ്റവും തരത്തിനായിട്ട് ജീവിക്കുക, അല്ലെങ്കിൽ ഞാൻ സ്വപ്നം കണ്ട ഒരു ജീവിതം എനിക്ക് ജീവിക്കണം. ഈ മിഡിൽ നിൽക്കുന്ന ഈ 99% ജീവിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. അതാണ് ബേസിക് ആയിട്ടുള്ളൊരു കാര്യം. അപ്പം ആ 99% മുകളിൽ ഞാൻ എത്തണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇവർ ചിന്തിക്കുന്നതിൻ്റെ മുകളിൽ എനിക്ക് ചിന്തിക്കാൻ പറ്റണം. ഇവർ ചിന്തിച്ച് പേടിച്ച് നിൽക്കുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റണം. ഇവരെടുക്കുന്ന റിസ്കുകൾ എനിക്ക് എടുക്കാൻ പറ്റണം, എടുക്കാത്ത റിസ്കുകൾ എനിക്ക് എടുക്കാൻ പറ്റണം. ഇത്രയും ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് ഇവരുടെ മുകളിൽ എത്താൻ പറ്റൂ. അപ്പം അതിന് എനിക്ക് ആദ്യം വേണ്ടത് എന്താ? എനിക്ക് ആ ഒരു കോൺഫിഡൻസ് വേണം. അല്ലെങ്കിൽ എനിക്ക് ലോസിനെ പേടിച്ചിട്ട് കാര്യമില്ല. പിന്നെ അല്ലെങ്കിൽ ഈ ലോസ് വരുമ്പോഴോ അല്ലെങ്കിൽ സ്ട്രഗിൾ വരുമ്പോഴോ ഒരാൾ പറയുന്ന ഒരു ഒപ്പീനിയൻ എൻ്റെ പേഴ്സണലിയോ എൻ്റെ ഇമോഷൻസോ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. ഇമോഷണലി ഞാൻ സ്ട്രോങ് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് വേണ്ട കാര്യം. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എനിക്ക് ലോസ് വന്ന ഒരുപാട് കേസുകളുണ്ട്. എന്ന് വെച്ചാൽ ഞാനത് ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മുടെ സ്റ്റുഡൻസിനോട് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്. കാരണം സ്റ്റുഡൻസിന് 1000 രൂപ വന്ന ലോസ് വരുന്ന പേടിയാണ്. പക്ഷെ അവർക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടാക്കണം, അവർക്ക് കോടികൾ ഉണ്ടാക്കണം. പക്ഷെ 1000 രൂപ കളയാൻ പറ്റൂല. നിങ്ങൾക്ക് വലിയ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വലിയ വലിയ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. സാക്രിഫൈസുകൾ എത്ര വലുതാവുന്നോ അതിൻ്റെ റിസൾട്ടും അത്രയും വലുതാവും. ഇത് ബേസിക് ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിളാണ്. ഓക്കെ, 1000 രൂപ റിസ്ക് ചെയ്താൽ നിങ്ങൾക്ക് 10,000 രൂപ ഉണ്ടാക്കായിരിക്കും, 10 കോടി ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം ആ ലോസ് ഫേസ് ചെയ്യാനുള്ള ഒരു ചങ്കൂറ്റം ആദ്യം നിങ്ങൾക്ക് വേണം, അതിനുള്ള മനസ്സ് വേണം. കാരണം 20 വയസ്സ് 22 വയസ്സുള്ള ഒരുത്തിന് എന്ത് നഷ്ടപ്പെടാനുണ്ട്? എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഓക്കെ, ഇപ്പം ഞാൻ ഇറങ്ങി തിരിച്ചു, എനിക്ക് നഷ്ടങ്ങൾ വന്നു. ഇപ്പം ഈ പറഞ്ഞ നേരത്തെ പേരൻസിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ
എനിക്ക് ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എനിക്ക് അവർക്ക് ചിലവിന് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഇത് ഞാൻ ചെയ്തതിൽ എനിക്ക് വേണ്ടിയിട്ടായിരിക്കും. അല്ലെങ്കിൽ നാളെ എൻ്റെ പേരൻസിനെ ഈ പറഞ്ഞ ലെവലിൽ എനിക്ക് അവരെ ജീവിപ്പിക്കണം. ഇതാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, ഓക്കെ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങി തിരിച്ചത്. അപ്പോൾ എനിക്ക് ലോസ് വരുമ്പോഴും എന്താ, ഞാൻ തുടങ്ങിയത് ലോസ് ചെയ്യുന്ന ഞാൻ ഇപ്പോൾ ഒരു 0 to 10 lakhs എന്ന് പറഞ്ഞൊരു ലെവലിൽ ഞാൻ എത്തിയെങ്കിൽ ആ 10 lakhs ഞാൻ റിസ്ക് ചെയ്യും. കാരണം എനിക്ക് 0 പോകാൻ പേടിയില്ല. പിന്നെയും ഞാൻ 0 വരും. ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. 0 നിന്ന് 10 lakhs വരും, പിന്നെയും ഞാൻ 0 പോകും. പക്ഷേ ആ 0 നിന്ന് അടുത്ത് ഞാൻ ചാടുന്ന 50 lakhsലോട്ടായിരിക്കും. ഓക്കെ, പിന്നെ 50 lakhsലെത്തും. ഐ റിസ്ക് ഇറ്റ് ഓൾ. ബൈ സ്റ്റെപ്പ് ഹയറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഐ റിസ്ക് ഇറ്റ് ഓൾ. കാരണം ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ പറയുന്നത് കൺവെൻഷനലായിട്ട് കുറേ ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സ് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾ 25 വർഷം 10,000 രൂപ വെച്ച് സേവ് ചെയ്ത് വെക്കുവാണെങ്കിൽ 25 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് 1 കോടി ഉണ്ടാക്കാം. ഈ 25 വർഷം കഴിയുമ്പോൾ എത്ര പേര് ജീവനോടെ കാണും? 30 വയസ്സുള്ള ഒരാൾ, ഓക്കെ, 55 വയസ്സ് വരെ ഈ ജനറേഷനിൽ ജീവനോടുണ്ടാവുന്ന എന്താ ഉറപ്പുള്ളത്? എത്ര പേരാ 30 വയസ്സ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നു ഇരിക്കുന്നത്? എത്ര പേരുണ്ട്? എനിക്ക് തന്നെ അറിയുന്ന എത്ര പേരുണ്ടെന്ന് അറിയോ? എന്ത് ജീവിക്കും എന്നുള്ള ഉറപ്പുള്ളത്? അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് കാര്യമുണ്ടോ? അല്ല, അവരിപ്പോൾ ഹെൽത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നയിച്ചു കഴിഞ്ഞാൽ എന്താണ് അഭിപ്രായം? കുറച്ചുകൂടിയും പ്രായം വരെ അവർക്ക് ജീവിക്കാൻ പറ്റുമല്ലേ? ഇപ്പം നമ്മുടെ അപ്പനപ്പൂപ്പന്മാരൊക്കെ ജീവിച്ചതെന്ന് പറഞ്ഞാൽ, ഇപ്പം എൻ്റെ അപ്പൂപ്പൻ, എൻ്റെ അച്ഛൻ ജീവിച്ചതെന്ന് പറഞ്ഞാൽ 107 വയസ്സോ 106 വയസ്സ് വരെ എന്തോ അച്ഛൻ ജീവിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛൻ ജീവിതം 57ാമത്തെ വയസ്സിലാണ്. മനസ്സിലായോ? അപ്പം ഞാൻ അവിടെ വരെ പോലും എത്തും എന്നുള്ളതിന് ഒരു ഗ്യാരണ്ടി ഇവിടില്ല. കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറിയിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെ ഹെൽത്തി ആയിട്ടുള്ള പല ആൾക്കാർക്കും ഈ പറഞ്ഞ പോലെ ഹാർട്ട് അറ്റാക്സ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഡെത്ത് റേറ്റ്സ് വരുന്നതെന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്സിൻ്റെ കേസില്ല. അത് ഈ പറഞ്ഞ പോലെ കോവിഡ് വാക്സിനുമായിട്ട് കുറേ കാര്യങ്ങൾ ലിങ്ക് ചെയ്ത് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഗ്യാരണ്ടി ഇല്ലാത്ത കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാ, ഈ 25 വർഷം ഒരാൾ ജീവനോട്ടുണ്ടോയെന്ന് പോലും ഉറപ്പില്ല. 25 വർഷം കഴിഞ്ഞിട്ട് 1 കോടി കിട്ടിയിട്ട് അയാൾക്ക് എന്ത് ചെയ്യാനാണ്? ഓക്കെ, ഇപ്പം നമുക്ക് ഈ പറഞ്ഞ 50 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് വെക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അന്ന് 1 കോടി രൂപയ്ക്ക് ഒരു വീട് വെക്കാൻ പറ്റും. ഇൻഫ്ലേഷനുമായിട്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. ഓക്കെ, ഇത്രയേ ഉള്ളൂ പോയിന്റ്. അപ്പം എനിക്ക് അങ്ങനെ സേഫായിട്ട് കളിക്കണ്ട. ഇതെൻ്റെ പെർസ്പെക്റ്റീവ്, ഞാൻ ചെയ്യുന്ന രീതി. അപ്പം എനിക്ക് ഈ 50 ലക്ഷം പോയാലും എനിക്ക് 0 പോയാലും എനിക്ക് പേടിയില്ലാത്തതിൻ്റെ ഒറ്റ കാരണമേ ഉള്ളൂ, റിസ്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. അല്ല, ഈ 10 ലക്ഷവും 50 ലക്ഷവും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഞാൻ തുടങ്ങിയത് ഇവിടുന്ന്. അവിടുന്ന് എനിക്ക് ഇവിടെ എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്കത് പിന്നെയും ചെയ്യാൻ പറ്റും. അപ്പം എൻ്റെ ലൈഫിലാണെങ്കിലും ഏറ്റവും കൂടുതൽ, ഞാൻ ചെറുതിനോട് പറഞ്ഞിട്ടുള്ള കാര്യം, ഏറ്റവും കൂടുതൽ സഫറിങ്ങിൽ നിന്നും ഏറ്റവും ഫെയിൽ ചെയ്ത് നിന്ന സമയത്തുമാണ് നമ്മുടെ ട്രേഡേഴ്സിന്റെ ഭാഷ പറഞ്ഞാൽ ബ്രേക്ക്ഔട്ട്. ഒന്നെങ്കിൽ നല്ലൊരു ഡൗൺഫാളിൽ നിന്നും, അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന കൺസോളിഡേഷൻ. ഇവിടുന്നേ ബ്രേക്ക്ഔട്ട് ഉണ്ടാവത്തുള്ളൂ. ഈ റിസ്ക് എടുക്കാൻ പേടിച്ച് നിൽക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരു ബ്രേക്ക്ഔട്ട് ഉണ്ടാവത്തില്ല. അവർ കൺസോളിഡേറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കും. അതേ ഉള്ളൂ, ദാറ്റ് സിമ്പിൾ. ഓക്കെ, ഇപ്പോൾ ഈ ലോസസ് നേരിടുന്നവർക്ക് സാധാരണ ഒരാൾ, ഇപ്പോൾ സുബിൻ സാറാണെങ്കിൽ ജിം ട്രെയിനർ ആയിരുന്നല്ലോ, അപ്പോൾ ഒരു കോൺഫിഡൻസ് അതിൽ നിന്ന് കിട്ടൂല്ലോ. ഇപ്പോൾ സാധാരണ ഒരാൾക്ക് അത് എങ്ങനെ കിട്ടുന്നതാണ്? ഞാനിപ്പോൾ ഈ പറഞ്ഞ അതേ കാര്യം തന്നെ. ഇപ്പം നമ്മൾ Y ഡിഗ്രിയിൽ ഏറ്റവും വലിയൊരു സ്ട്രഗിൾ ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, അല്ലെങ്കിൽ ഇപ്പം ഇത്രയും ഞാൻ ഒരുപാട് ട്രേഡേഴ്സിനെ മീറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സ്റ്റുഡൻസിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഡെയിലി കുറേ മെസ്സേജസ് വരാറുണ്ട്, അല്ലെങ്കിൽ ഇപ്പം ഇൻ്റർവ്യൂസ് കണ്ടിട്ട് വിളിച്ച ഒരുപാട് പേരുണ്ട്. പലർക്കും ലോസ് വന്ന് ആത്മഹത്യയുടെ വക്കിലാണെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം ആ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാതെ റിസ്ക് ചെയ്ത ഒരു ആൾക്കാരാണ്. ഓക്കെ, അത് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല, അവരുടെ ഒരു മാനസികാവസ്ഥയായിരിക്കും കുറച്ച് പൈസ പോയപ്പോൾ ഉള്ളത്. പക്ഷേ വേറൊരു കാറ്റഗറി ഉണ്ട്, അവർ റിസ്ക് ചെയ്യാൻ റെഡിയല്ല. ഓക്കെ, അവർക്ക് വലിയ സ്വപ്നങ്ങളാണ്, പക്ഷെ അവർക്ക് റിസ്ക് ചെയ്യാൻ റെഡിയല്ല. ഇപ്പം നമ്മുടെ സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും ഒരു ബാച്ച് ഇപ്പം 100 സ്റ്റുഡൻസ് കയറുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇത്ര സ്റ്റുഡൻസ് നല്ല പ്രോഫിറ്റ് എടുക്കുന്നവരുണ്ടാവും. ഒരു ബാച്ച് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ എനിക്ക് തോന്നുന്നു 3 മാസം കൊണ്ട് 50,000 60,000 ഉണ്ടാക്കിയ സ്റ്റുഡൻസ് ഉണ്ട്. പക്ഷെ 5,000 പോലും ഉണ്ടാക്കാത്ത സ്റ്റുഡൻസ് ഉണ്ട്. കാരണം അവരൊരു 5,000 ക്യാപിറ്റൽ ഇടാൻ റെഡിയല്ല. ഓക്കെ, പിന്നെ എങ്ങനെ അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്? അവരുടെ കൂടെ തന്നെ ജോയിൻ ചെയ്ത് ഒരേ ബാച്ച് പഠിച്ചവരാണ് ഒരു മാസം 50,000 രൂപ ഉണ്ടാക്കിയത്. ഇതെല്ലാം മൈൻഡ് സെറ്റിൻ്റെയാണ്. അപ്പം എനിക്ക് മെയിനായിട്ടും ട്രേഡേഴ്സിനോടെല്ലാം, ട്രേഡർ ആവണമെന്ന് ആഗ്രഹമുള്ളവരോടെല്ലാം ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ പണിയല്ല ഇത്. റിസ്ക് എടുക്കാതെ സക്സസ് ഇല്ല, പ്രോഫിറ്റും ഇല്ല, കാശും ഇല്ല, ലക്ഷ്യവും ഇല്ല, കോടിയില്ല, ഈ പറഞ്ഞ പോലെ ലക്ഷറി വാച്ചും ഇല്ല, പ്രീമിയം കാറും ഇല്ല, വലിയ വീടും ഇല്ല, ഒന്നുമില്ല. ഇതെല്ലാം വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം റിസ്ക് എടുക്കണം. സിമ്പിളായിട്ടുള്ള ആലോചിച്ചാൽ മതി. 1000 രൂപ റിസ്ക് ചെയ്യാൻ പറ്റാത്ത ഒരാൾക്ക് എങ്ങനെ 10 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റും? ഈ ഇമോഷൻ അറിയണ്ടേ? ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഇമോഷൻ്റെ ഗെയിമാണ്. ഓക്കെ, ബേസിക് ആയിട്ട് ഇപ്പം ജെർവിന് ഇപ്പോൾ ഒരാൾ 1 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ ജെർവിന് ഈസി ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് ട്രേഡ് ചെയ്യാം. 10 ലക്ഷം ഇട്ടാലും ട്രേഡ് ചെയ്യാൻ പറ്റും. ഒരു 10 കോടിയുടെ ഒരു അക്കൗണ്ട് തന്നാലോ?
സ്കിൽ അക്വയർ ചെയ്തിട്ടുണ്ട് നമ്മൾ. സ്കിൽ അക്വയർ ചെയ്യുക എന്നുള്ളതല്ല, ഈ ഇമോഷണൽ കേപ്പബിലിറ്റി എന്നുള്ളൊരു സാധനമുണ്ട്. ഇപ്പം ഞാൻ 1,00,000 രൂപ ഇട്ട് ട്രേഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് 10,00,000 രൂപ ഇട്ട് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം 1,00,000 രൂപ ഇടുമ്പോൾ ഞാൻ കാണുന്ന ഏറ്റവും വലിയ ലോസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 10% വിചാരിക്കുക. ലോസും കൂടി വരും. കാരണം 1,00,000 രൂപ ഇട്ടിട്ട് 10,000 രൂപയാണ് ഞാൻ കാണുന്ന ലോസ് 10% വെച്ച്. പക്ഷെ 10,00,000 രൂപ ഇട്ടിട്ട് 1,00,000 രൂപയാണ് ഞാൻ കാണുന്ന ലോസ്. എനിക്ക് ഒരിക്കലും പറ്റത്തില്ല. കാരണം മറ്റേതിൽ എനിക്ക് സിസ്റ്റം ഉണ്ടാവും, റിസ്ക് മാനേജ്മെന്റ് ഉണ്ടാവും, ട്രേഡിംഗ് സൈക്കോളജി ഉണ്ടാവും, മറ്റേ ഈ സ്റ്റോയിക്കായിട്ട് ഇങ്ങനെ ഇരിക്കും, ഇതെല്ലാം ചെയ്യും. പക്ഷെ ഒരു 10,00,000 ഇട്ടിട്ട് 1,00,000 രൂപ ലോസ് കാണുന്ന പറഞ്ഞാൽ എൻ്റെ ഒരു ക്യാപിറ്റൽ ഒറ്റ ദിവസം പോയി. അവിടെ എനിക്ക് ഇമോഷണലി പറ്റത്തുള്ളൂ. എനിക്കെന്നല്ല, എല്ലാ ട്രേഡേഴ്സിന് പറ്റുന്ന മെയിൻ ഒരു പ്രശ്നം അത്. കാരണം പണ്ട് ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാർ പെട്ടെന്ന് ക്യാപിറ്റൽ ഇടും, ഇപ്പൊ ആൾക്കാർ ക്യാപിറ്റൽ ഇടത്തേ ഇല്ല. ഓക്കെ, സോ ബേസിക് ആയിട്ട് ആൾക്കാർ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു 10,000 രൂപയിൽ ഒരാൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവൻ്റെ അനാലിസിസ് ശരിയാ, അവന് റിസ്ക് റിവാർഡ് ഉണ്ട്. ഇപ്പം നമ്മളെന്ത് ഇവിടെ ഏറ്റവും കൂടുതൽ പിള്ളേരെ പഠിപ്പിക്കുന്നത് സ്ട്രാറ്റജീസ് ആണോ, ഇൻഡിക്കേറ്റേഴ്സ് ആണോ? ജെർമനി ഇവിടെ ഏതെങ്കിലും ഒരു ഇൻഡിക്കേറ്ററിന്റെ കാര്യം ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ടോ? എൻ്റെ ചാറ്റിൽ കണ്ടിട്ടുണ്ടോ? റിസ്ക് മാനേജ്മെന്റ്, ട്രേഡിംഗ് സൈക്കോളജി, ടെക്നിക്കൽ അനാലിസിസ്, പ്രൈസ് ആക്ഷൻ, ഇത്രയും കാര്യങ്ങളാണല്ലോ. അപ്പം ഈ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഈ 10,000 ഇട്ട് ചെയ്യുന്നു. ഓക്കെ, അവൻ്റെ റിസ്ക് മാനേജ്മെന്റ് ശരിയാണ്, ട്രേഡിംഗ് സൈക്കോളജി ഓൺ പോയിന്റ് ആണ്, അനാലിസിസ് പക്കയായിട്ട് വരുന്നുണ്ട്, കറക്റ്റായിട്ട് അവൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവൻ ജേർണൽ ചെയ്യുന്നുണ്ട്. ഇത്രയും ചെയ്യുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് 25,000 ഇടാം. കാരണം അവൻ അതിൽ കോൺഫിഡൻ്റ് ആയി. അവൻ ഇടേണ്ടത് 25,000, അല്ലാതെ 1,00,000 2,50,000 അല്ല. ഓക്കെ, ഈ 10,000 ഇട്ട് ചെയ്യുന്നവൻ 25,000 ഇട്ടു. 25,000 ഇടുമ്പോഴെന്താ, അവന് ചെറിയൊരു പുഷ് കിട്ടിയാൽ മതി. അവൻ 25,000 ഇപ്പം 10,000 ഇട്ട് 1,000 രൂപ ഉണ്ടാക്കുന്നുണ്ട്, അവൻ 2,500 രൂപ ഉണ്ടാക്കി തുടങ്ങും. അവൻ അതിലും കറക്റ്റ് വർക്കൗട്ട് ആവുന്നുണ്ടെങ്കിൽ അവൻ 50,000 ഇടാം, പിന്നെ അവൻ 1,00,000 ഇടാം, 2,00,000 ഇടാം, 5,00,000 ഇടാം, 10,00,000 ഇടാം. ഈ ഇട്ട് പോകണം. 10,000 കോൺഫിഡൻ്റ് ആണെന്ന് പറഞ്ഞു, അയ്യോ എനിക്ക് 10,000 ഇട്ട് അതിൽ കൂടുതൽ കോൺഫിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എങ്ങും എത്താൻ പോകുന്നില്ല. അവൻ്റെ കൂടെ ഉള്ളവർ 10,00,000 ഇട്ടാലും അവൻ 10,000 തന്നെ നിൽക്കും. ഇപ്പം ഞാൻ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഒരു കാര്യം അത്, ആൾക്കാർക്ക് റിസ്ക്, ഈ പൈസ പോന്നേ പോട്ടെ. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആവണം, നിങ്ങൾക്ക് ട്രേഡർ ആവണം, നിങ്ങൾക്ക് ലക്ഷങ്ങളുണ്ടാവണം, കോടികളുണ്ടാവണം. നിങ്ങൾ റിസ്ക് എടുക്കാതെ എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും? ആൾക്കാരുടെ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡായത്. ഇവിടെ കോളേജിൽ പോകുന്ന ഒരാൾ, ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ, ഞാൻ പേര് പറയുന്നില്ല, ഇവിടുത്തെ ഒരു മെയിൻ ഒരു സൺഡേ പോയാൽ പേര് പറഞ്ഞാലും ഒന്ന് ഗ്രൗണ്ടിൽ പോയപ്പോഴത്തേക്കും അവിടെ ഒരു ആൾ, അവിടുത്തെ സെർവ് ചെയ്യുന്ന ആൾ എന്നോട് വന്ന് ചോദിച്ചൊരു കാര്യമാണ്. ഇതുപോലെ പുള്ളിക്ക് എന്നെ അറിയാം, പേഴ്സണലി അറിയാം. അപ്പം ഇതുപോലെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു അഡീഷണൽ സോഴ്സ് ഓഫ് ഇൻകം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു കാര്യം ഞങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാറിൻ്റെ ഒരു ഒപ്പീനിയൻ എന്താ എന്ന് ഞാൻ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ട്രേഡിങ്ങിൻ്റെ കാര്യത്തിൽ എന്താ നിങ്ങൾ ചെയ്യാത്തത്? അല്ല, ഞങ്ങൾ കുറേ മാസങ്ങളായിട്ട് ഇത് പഠിക്കണമെന്ന് ആലോചിക്കുന്നുണ്ട്. ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പം അതിൻ്റെ ഒന്ന് ചെയ്യണമെന്നുണ്ട് ഇതൊക്കെ കൊടുത്ത്. ഞാൻ എന്താ പഠിക്കാതെ? അല്ല, ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ 5 മാസം 6 മാസമായിട്ട് ഇവർ ഫ്രണ്ട്സ് എല്ലാവരും ഇന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു, നിങ്ങൾ കോളേജ് പഠിക്കാൻ നേരം എത്ര ഫീസായി? 6,00,000 രൂപ. ഹോട്ടൽ മാനേജ്മെൻറ്റാണ് പഠിച്ചത്, 6,00,000 രൂപ ഫീസ്. ഓക്കെ, അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഇവർ ഇവിടെ ജോയിൻ ചെയ്തേക്കുന്നത്. അപ്പം ഇപ്പോൾ ഇവരുടെ സാലറി ഞാൻ പറയുന്നില്ല, അവർ അവർക്ക് ഞാൻ ചോദിച്ചു, 1,00,000 രൂപ സാലറി നിങ്ങൾക്ക് ഇപ്പോൾ എത്തണമെങ്കിൽ എത്ര നാളെടുക്കും പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു 5-6 വർഷം എങ്കിലും കഴിയുമായിരിക്കും. ഒരു 8-9 വർഷം എടുക്കാം. ഓക്കെ, 8-9 വർഷം കഴിഞ്ഞിട്ടാണ് 1,00,000 രൂപ സാലറിയിൽ ഇവർ എത്തുന്നത്. 6,00,000 രൂപ മുടക്കി പഠിച്ച ഒരു കോഴ്സ്. ഹോട്ടൽ മാനേജ്മെൻറ്റ് ഇപ്പം ക്രൗൺ പ്ലാസയിൽ നിന്നല്ല, എവിടെ പോയിട്ട് ഒരു എഡിറ്ററായിട്ട് നിൽക്കണമെങ്കിലും അവർക്ക് ഒരു ദിവസം വരുന്ന പണിയുണ്ട്. ഓക്കെ, ഒരേ ആൾക്കാരുടെ കൂടെ നിൽക്കണം, അല്ലെങ്കിൽ ഒരേ പണിയെടുക്കണം, കുറേ കഷ്ടപ്പാടുകൾ, കാര്യങ്ങൾ, ഇവരുടെ പരിപാടികളൊന്നും നടക്കത്തില്ല, മര്യാദയ്ക്ക് ലീവ് കിട്ടത്തില്ല, ഓവർ ടൈം, ഇങ്ങനെ മൊത്തം ടാസ്കുകളാണ്. ഇവരുടെ എഫേർട്ടാണ്, അവരുടെ ടൈമാണ് ഞാൻ പറയുന്നത്. അപ്പം ഈ 6,00,000 രൂപ മുടക്കി എനിക്ക് ഒന്ന് 4 വർഷത്തെ കോഴ്സ് അല്ലേ, 4 വർഷത്തെ കോഴ്സ്, അത് കഴിഞ്ഞിട്ട് ഒരു എക്സ്ട്രാ 6 വർഷം കൂട്ടാം നമുക്ക്. 10 വർഷം. 10 വർഷമാണ് ഒരാൾക്ക് 1,00,000 രൂപ ഒരു മാസം ഉണ്ടാക്കാൻ എടുക്കുന്നത്. ഓക്കെ, ഇപ്പം ഇവിടെ ഒരു ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ, ട്രേഡിങ്ങിൻ്റെ ഒരു നല്ലൊരു അക്കാഡമി പോയി ഫീസ് എടുത്ത് പഠിക്കാൻ ഈ പറഞ്ഞ ഒരു 1,50,000 രൂപ പോലും ആവത്തില്ല. അല്ലാത്ത നല്ല അക്കാഡമീസ് ഉണ്ട്, ഇപ്പം നമ്മുടെ അക്കാഡമിയിലാണുണ്ട്, എന്നാൽ പോലും. ഓക്കെ, ഈ പറഞ്ഞ പോലെ ഇത്ര ഫീസേ ആവുള്ളൂ. ഇവരൊന്ന് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു വർഷം കൊണ്ട് ഒരു മാസം 1,00,000 രൂപ ഉണ്ടാക്കുന്ന ലെവലിലെത്താം ഇവർ കറക്റ്റായിട്ട് പഠിക്കുകയാണെങ്കിൽ. ഓക്കെ, ഇപ്പം നമ്മുടെ സ്റ്റുഡൻസ് 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു മാസം 50,000-60,000 രൂപ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല, ഇതൊരിക്കലും എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് എടുക്കാൻ എനിക്ക് 1-2 വർഷം എടുത്തു. ഓക്കെ, പക്ഷേ ഇവിടെ സ്റ്റുഡൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അതിപ്പോൾ നമ്മൾ കൂടുതൽ ചെയ്യിക്കുന്നത്. പക്ഷേ എനിക്ക് ആ സമയത്ത് പറഞ്ഞുതരാൻ ആരുമില്ല. ഞാൻ അവിടുന്ന് കാശ് മേടിക്കും, ഇവിടുന്ന് കാശ് മേടിക്കും, എനിക്ക് എന്തോ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇടും കാശുവും, പിന്നെയും കടം മേടിക്കും, ഇടും കാശുവും, പഠിക്കുന്നില്ല. ഈ ഒരു സംഭവമുണ്ട്.
പക്ഷേ ഇവർ കറക്റ്റായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ, ഏറ്റവും വേഴ്സ്റ്റ് കേസ് സെനറിയോ എടുത്തു ഒരു 2 വർഷം എടുത്തു, നിങ്ങൾ കൺസിസ്റ്റൻ്റ് എടുത്ത് ഒരു മാസം 1,00,000 രൂപ ഉണ്ടാക്കാൻ 2 വർഷം എടുത്താൽ പോലും 8 വർഷം നിങ്ങൾ മുന്നേ എത്തി. ഓക്കെ, ഒരു 1 lakh പെർ മന്ത് എന്നുള്ള ഒരു ലെവലിൽ എത്തിയ ഒരാൾക്ക് 2 lakh ആക്കാൻ ഒരു പാടില്ല, 3 lakh ആക്കാൻ പാടില്ല. ഓക്കെ, ഇവർക്കുള്ള പാടെന്തുവാ? ഇവർക്ക് ട്രേഡിങ് സൈക്കോളജി ശരിയാക്കണം, ഇമോഷണൽ ആവാതെ ട്രേഡ് ചെയ്യാൻ പറ്റണം, റിസ്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റണം. ഇവരുടെ അനാലിസിസിൽ എല്ലാവരും വലിയ മെയിൻ ആൾക്കാരാവും പെട്ടെന്ന്. അത് വലിയ കാര്യമുള്ള ഒരു കാര്യമല്ല. ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യം, നിങ്ങൾ എനിക്ക് ഒരു ദിവസം കൊണ്ട് ട്രേഡിങ്ങിൻ്റെ ടെക്നിക്കൽ അനാലിസിസ് മൊത്തം പഠിപ്പിച്ചു തരാൻ പറ്റും ഒരൊറ്റ വർക്ക്ഷോപ്പിൽ കൊണ്ട്. പക്ഷേ ഇവർക്ക് പഠിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇപ്പം നമ്മൾ മറ്റേ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്ക് മാത്സ് നിങ്ങൾ ചെയ്ത് പഠിക്കണമെന്ന് പറയും, വായിച്ച് പഠിക്കരുതെന്ന് പറയും. ആ സെയിം പ്രിൻസിപ്പിളാണ് ഇവിടെ. ഓക്കെ, പക്ഷെ ആൾക്കാരുടെ മെൻറ്റാലിറ്റി അതാ. 10 വർഷം എടുത്ത് 1 ലക്ഷം രൂപയിൽ അവർക്ക് എത്താം. പക്ഷേ ഏറ്റവും ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ഒരു സാധനം പഠിച്ച് 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ ആ സെയിം എമൗണ്ടിൽ എത്താൻ അവർക്ക് വയ്യ. ഇതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. അപ്പം ഇതിൽ മെയിനായിട്ടുള്ള ഒരു കുഴപ്പം ആരുടെയാണ്? ആൾക്കാരുടെ മെൻറ്റാലിറ്റിയുടെയാണ്. ഓക്കെ, അവരൊന്നും എല്ലാ മനുഷ്യരും ഒന്ന് ഇരുത്തി ചിന്തിച്ച 99 ആൾക്കാരും അതിൻ്റെ പുറകെ പൊക്കോട്ടെ. ഓക്കെ, 99 ആൾക്കാർ ഇപ്പം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്ര പേരുണ്ട് ഇപ്പം 12th കഴിഞ്ഞ സ്റ്റുഡൻസ്? അവർ കോളേജിൽ പോകുന്നില്ല. കോളേജിൽ പോകുന്നതിന് അവരെ ഇവിടെ ജോയിൻ ചെയ്യുക. എന്നിട്ട് അവരുമായിട്ട് നമ്മളിന്ന് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം അതാ. എനിക്ക് അവരോട് പറയാനുള്ള, അല്ലെങ്കിൽ 12th മറ്റേ എൻ്റെ വീഡിയോ വന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ, വീഡിയോ വന്നതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഇപ്പോഴും വരുന്ന മെസ്സേജ് 12th സ്റ്റുഡൻസിൻ്റെയാണ്. ഓക്കെ, 12th സ്റ്റുഡൻസ് എല്ലാവരും, ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യം ഇതാ, നിങ്ങൾ ഡിഗ്രിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 വർഷത്തെ കോഴ്സാണ്. നിങ്ങൾ 18ാമത്തെ വയസ്സ് ട്രേഡിങ് തുടങ്ങുന്നു എന്ന് വിചാരിക്കുക. ട്രേഡിങ് പോട്ടെ, ഇപ്പം നമ്മൾ പല കോഴ്സുകളുണ്ട്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, AI ആയിക്കോട്ടെ, ബിസിനസ് ബിൽഡിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ പറയുക ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ബോഡി ബിൽഡിംഗ് ആയിക്കോട്ടെ, ഫിറ്റ്നസ് ആയിക്കോട്ടെ. ബോഡി ബിൽഡിംഗ് എന്നുള്ളതല്ല, ഫിറ്റ്നസ് കൂടെ എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാം, എങ്ങനെ ക്യാഷും ചെയ്യാം, എനിക്ക് പണ്ടറിയില്ലായിരുന്നു. ഓക്കെ, ഞാൻ കാരണം ബോഡി ബിൽഡിങ്ങിൽ ഫൈനാൻഷ്യലി നോക്കുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ഒരു ഫെയിലിയറാണ്. എനിക്ക് ചിക്കനും മുട്ടയ്ക്കുള്ള കാശ് മാത്രമേ ഞാൻ അതിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു സപ്ലിമെൻറ്റ് എടുക്കണം, ഇത് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ സ്റ്റുഡൻസിനോട് എന്താ പറയുന്നത്? ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഒരാൾ 18ാമത്തെ വയസ്സിൽ ഒരാൾ ട്രേഡിങ് തുടങ്ങി. ഇപ്പോൾ ഈ പറഞ്ഞ അതേ കണക്കെടുക്കുക, 2 വർഷത്തിൽ ആ പയ്യൻ നീക്കുന്നത് 1 ലക്ഷം രൂപ പ്രോഫിറ്റിലായിരിക്കും. ഓക്കെ, +2 കഴിഞ്ഞിട്ട് കോളേജിൽ പോകാതെ ഒരു പയ്യൻ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങിയാൽ അവൻ്റെ 18ാമത്തെ 19ാമത്തെ വയസ്സിൽ അവൻ 1 ലക്ഷം രൂപ ഒരു മാസം ഉണ്ടാക്കി തുടങ്ങും. ഓക്കെ, അവൻ്റെ കൂടെ ഉള്ളവരോ 4 വർഷം, എന്ന് വെച്ചാൽ കൂടെ ഉള്ളവർ സെക്കൻഡ് ഇയർ ആവത്തേ ഉള്ളൂ. അപ്പോഴും അച്ഛനെ വിളിക്കും, അച്ഛാ എനിക്ക് IVക്ക് പോകാൻ കാശ് വേണം. മനസ്സിലായോ? ഇതാണ് സംഭവം. അല്ലെങ്കിൽ ഒരു ഓണപ്പരിപാടി വരുന്നത്, അവിടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു കുപ്പി എടുത്തടിക്കണമെങ്കിലോ ഷെയർ ഇടണം, അല്ലെങ്കിൽ ജൂനിയേഴ്സിനെ റാങ്ക് ചെയ്യണം. ഇതാണ് അവർ നിൽക്കുന്ന ലൈഫ്. ഈ പയ്യൻ ഏത് ലെവലിലെത്തി ഫൈനാൻഷ്യലി? എത്തിയിട്ട് പോലുമില്ല. ഇവിടെ ഒരാൾ ഒരു 19 വയസ്സ് 18 വയസ്സുള്ള ഒരു പയ്യൻ ഒരു മാസം 1 ലക്ഷം രൂപ വെച്ച് ഉണ്ടാക്കുമ്പോൾ വേറൊരുത്തൻ ഇപ്പോഴും IVക്ക് പോകാൻ കാശ് വയ്ക്കുക. ഈ 4 വർഷം കഴിഞ്ഞിട്ട് ഇറങ്ങുന്നു, കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആയിട്ട് ഇറങ്ങും. ജോലി കിട്ടുമോ? കിട്ടത്തില്ല. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു പോകും. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ 2 വർഷം. ഇപ്പം ഞാൻ പഠിച്ച സമയത്താണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചവർ, എൻ്റെ കൂടെ പഠിച്ചവർ, അന്ന് ഈ റാങ്ക് ഹോൾഡേഴ്സ് ഒക്കെ ഉണ്ട്. അന്നൊക്കെ അവർ പട്ടിപ്പുച്ചോ, ഞാൻ പഠിക്കത്തില്ലായിരുന്നു, അത് വേറെ കാര്യം. നമ്മൾ കോളേജിൽ പോയി ചില്ലിങ് ആ മൂടല്ലേ. അപ്പം ഇവർ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇവർ മറ്റേ ഗുജറാത്തിലും നോർത്തിലും പോയി അടിമപ്പണിയാണ്, പട്ടിപ്പണി. 12 മണിക്കൂർ ഷിഫ്റ്റാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് പഠിച്ചിറങ്ങിയവർക്ക് അന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. അതിലും അവർക്ക് കിട്ടുന്ന സാലറി 20,000. 20,000 ചോദിക്കാൻ പറയുമ്പോൾ അളിയ എക്സ്പീരിയൻസിനാണ്. ഹൈ CGPA ഉള്ളവർ പോലും 8 9 ലെവലിൽ എത്തിയിട്ടുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ചിലർ പിന്നെ M.Tech-ന് പോകും. ഓക്കെ, ഇതായിരുന്നു അന്നത്തെ ഒരു കാര്യം. പിന്നെ കുറേ പേര് ഈ പറഞ്ഞ പോലെ PSC, ബാങ്ക് കോച്ചിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പോകും. അപ്പം ഈ 4 വർഷം ഇവിടെ പഠിച്ചു, 2 വർഷം പോയി അടിമപ്പണി ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്തിനാ പുറത്ത് പോകുമ്പോൾ എക്സ്പീരിയൻസ് കാണിക്കാനാ? പുറത്ത് പോകുമ്പോൾ എന്ത് കിട്ടും? ഒരു 60,000 80,000 പോട്ടെ, കൂടി പോയ 1 ലക്ഷം രൂപ കിട്ടുമായിരിക്കും. അതും ഈ പറഞ്ഞ പോലെ 6 വർഷം പ്ലസ് എടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ശരിക്കും ഡിഗ്രി ഉള്ളവരല്ലേ മണ്ടന്മാർ? ഇപ്പം ഈ പറയുന്ന പോലെ നമ്മുടെ നാട്ടിൽ ഡിഗ്രി ഇല്ലാത്തവൻ മണ്ടൻ എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഡിഗ്രി ഇല്ലാത്തവൻ പൊട്ടൻ, അല്ലെങ്കിൽ അവനെ ഒന്നിനും കൊള്ളത്തില്ല, അവന് ബുദ്ധി ഇല്ലെന്ന് പറയുന്നു. ഡിഗ്രി ഉള്ളവർക്കല്ലേ ബുദ്ധി ഇല്ലാത്തത്, ചിന്തിക്കാനുള്ള ശേഷിയില്ലാത്തത്. ഇത്രയുള്ള സിമ്പിളായിട്ട്. ഓക്കെ, ഇതേ സ്ഥാനത്ത് തന്നെ ഈ പറഞ്ഞ പോലെ IIT പഠിച്ച് വലിയ സാലറി മേടിക്കുന്ന ആൾക്കാരും ഉണ്ട്. നമ്മുടെ നാട്ടിൽ 100 ജോലിക്ക് വേണ്ടിയിട്ട് 10,000-ങ്ങളാണ് ഇരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ PSC എഴുതി ഡിപ്രഷനായ എത്ര പേരുണ്ട്? 22ാമത്തെ വയസ്സ് തൊട്ട് 30ാമത്തെ വയസ്സ് PSC എഴുതിക്കൊണ്ടിരിക്കുക. ഓക്കെ, 30ാമത്തെ വയസ്സ് എത്തുമ്പോഴത്തേക്കും മിനിമം അവർ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ആരും ആയിക്കോട്ടെ, മിനിമം ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു മാൻ ആണെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവൻ്റെ വീട്ടിൽ ചെലവിന് കൊടുക്കാനുള്ള ഒരു കേപ്പബിലിറ്റി എങ്കിലും അവന് വേണം. ഓക്കെ, ഇപ്പം അച്ഛനമ്മമാർ പ്രായവും അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു 10,000 രൂപ
അമ്മ ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കാനുള്ള കേപ്പബിലിറ്റി വേണം. അവൻ എപ്പോഴും പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുക. എഴുതിക്കൊണ്ടിരിക്കുക. എന്തിനു PSC യുടെ വേണ്ടി? പുറകെ പൊക്കോണ്ടിരിക്കുക. 8 വർഷം. അതെ. എനിക്കറിയാം 8 വർഷമായിട്ട് എഴുതുന്നവരുണ്ട്. ഉം, ഉം, ഉം. എന്ത് കാര്യത്തിന്? ഒരു കാര്യമില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായി, ഞാൻ അവനോട് ഒരുമിച്ചൊക്കെയാണ് ട്രേഡിങ് തുടങ്ങിയത്. അവൻ്റെ ആദ്യത്തെ 10,000 രൂപ ലോസ് വന്നപ്പോഴത്തേക്ക് അവൻ നിർത്തി. ഉം. അവൻ നിർത്തി, ട്രേഡിങ് നിർത്തി. 10,000 രൂപ ലോസ് വന്നപ്പോഴത്തേക്ക് അവൻ ട്രേഡിങ് നിർത്തി. അവൻ PSCയുടെ പുറകെ പോയി. Yeah. അപ്പം ഞാൻ നിർത്തിയില്ല. 10,000 പോയി, 20,000 പോയി, 1 ലക്ഷം പോയി, 10 ലക്ഷം പോയി, അങ്ങനെ പൊക്കോണ്ടേയിരുന്നു. Yeah. അത് കഴിഞ്ഞിട്ട് അവൻ എനിക്ക് തോന്നുന്നു 4 വർഷം കഴിഞ്ഞിട്ട് 4-ാമത്തെ വർഷം എങ്ങാണ്ടാണോ ഒരു ബാങ്കിൽ കിട്ടിയത്. ആ ബാങ്കിന് 5 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുത്ത് 6 മാസം പോയി ട്രെയിനിങ്ങിന് അവൻ ഇരുന്നിട്ടാണ് അവൻ എനിക്ക് തോന്നുന്നു അസിസ്റ്റന്റ് മാനേജർ എന്നുള്ള ഒരു പോസ്റ്റിൽ 45,000 രൂപയ്ക്ക് സാലറിക്ക് കയറിയത്. ഓ, അങ്ങോട്ട് കൊടുക്കണം പൈസ. അതെ. ഓക്കെ. അപ്പൊ അങ്ങോട്ട് പഠിച്ച് അവന്റെ ട്രെയിനിങ്ങിന് 6 മാസം പോയി ഇറങ്ങി, അത് അവര് തന്നെ ലോൺ കൊടുക്കും, അത് അവന് അടച്ചു തീർക്കണം, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനെ എടുത്തിട്ടാണ് അസിസ്റ്റന്റ് മാനേജർ 45,000 രൂപയ്ക്ക് ജോലിക്ക് കയറിയത്. ഓക്കെ. അപ്പം അന്ന് ആ ഒരു സമയത്തൊക്കെ ഇവനാണ് ഇടയ്ക്കത്തെ എൻ്റെ ഫണ്ടർ. ഇവൻ ഫ്രണ്ട്സിൻ്റെ നിന്ന് മറ്റേ ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെയൊക്കെ ചെയ്ത് തരികയൊക്കെ ചെയ്യുന്ന ഒരു ഫ്രണ്ടായിരുന്നു. അപ്പം ഇപ്പോഴവൻ ആ ജോലി ചെയ്യാൻ പറ്റുന്നില്ലടാന്ന് പറയുന്നത്. മനസ്സിലായോ? എന്ത് നേടി? 5 ലക്ഷം രൂപ നഷ്ടം. അവൻ പഠിച്ചത് ബിടെക്കാ. അവന് 8 GP ഉണ്ട്. വല്ല കാര്യമുണ്ടോ? ഇപ്പൊ ശരിക്കും ഡിഗ്രി ഉള്ളവർ മണ്ടന്മാരല്ലേ? ഡിഗ്രി ഇല്ലാത്തവരാണോ മണ്ടന്മാര്? ഇനി ആരെങ്കിലും ഡിഗ്രി ഇല്ലാത്ത മണ്ടൻ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ചോദിക്കും, ഞാൻ മുഖത്ത് നോക്കി ചോദിക്കും, ഹൗ മച്ച് ആർ യു മേക്കിംഗ്? സുബിൻ സാർ, ലോസ് വന്ന കാലഘട്ടത്തിൽ യൂസ് ചെയ്ത സ്ട്രാറ്റജി തന്നെയാണോ നമ്മുടെ വൈ ഡിഗ്രിയിലും യൂസ് ചെയ്യുന്നത്? കാരണം നമ്മുടെ വൈ ഡിഗ്രിയിൽ ഇപ്പോൾ സ്റ്റുഡൻസ് +2 പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും ഉണ്ട്, വർക്കിംഗ് പ്രൊഫഷണൽസ് ഉണ്ട്, 50-60 ഇയേഴ്സ് ഏജുള്ള സ്റ്റുഡൻസും ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് നല്ല പ്രയോജനമുള്ള ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ അതേ സെയിം സ്ട്രാറ്റജി തന്നെയാണോ നമ്മുടെ വൈ ഡിഗ്രിയിലും പഠിപ്പിക്കുന്നത്? ഇത് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ആൾക്കാർക്ക് ഒരു കാര്യം ട്രേഡിങ്ങിലാണെങ്കിലും ആൾക്കാർക്ക് ഫ്രീ കണ്ടൻസ് വേണം. യൂട്യൂബിൽ നോക്കി ആൾക്കാർ പഠിക്കുള്ളൂ, കാശ് മുടക്കാൻ വയ്യ. എന്നാൽ ഈ പറയുന്നവരൊക്കെ ലക്ഷങ്ങൾ മുടക്കി അവരുടെ ഡിഗ്രിക്ക് വേണ്ടി പഠിച്ചിട്ടുണ്ട്. മെയിൻ സംഭവം അത്. പിന്നെ ഇപ്പം ഞാൻ ലോസ് വന്ന സമയത്താണല്ലോ ഞാൻ ലോസ് കളഞ്ഞതുമല്ല എൻ്റെ മാത്രം തെറ്റിൻ്റെ പുറത്താണ്. ഞാൻ കറക്റ്റായിട്ട് കാര്യങ്ങൾ പഠിക്കാത്തതുകൊണ്ടും ഞാൻ ഈ പറഞ്ഞ പോലെ ഫ്രീ കണ്ടൻസ് ആണെങ്കിലും അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ ഇതിൽ നിന്ന് കാശുണ്ടാക്കാം എന്നുള്ള രീതി. കാരണം ഒരുപാട് പേര് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാനും പല അഭിപ്രായങ്ങൾ പറയാനും കാണും. നമ്മളപ്പോൾ ആ ഒരു അഭിപ്രായങ്ങളുടെ പുറത്തായിരിക്കും ഡ്രൈവ് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ കൂടെ ഉള്ളവർ, എനിക്കറിയാവുന്ന ഒരാൾ ചിലപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 5 ലക്ഷം ഇട്ടായിരിക്കും. എൻ്റെ കയ്യിൽ ഒരു 50,000 പോലും കാണത്തില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ സറൗണ്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഒപ്പം എത്താൻ നമ്മൾ നോക്കും. അപ്പം ആ ഒരു 5 lakhs ഞാൻ എടുത്തിടാൻ നോക്കും. പക്ഷെ അയാൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ 2-3 വർഷത്തെ നോളജ് കാണും. ഓക്കെ, എനിക്ക് ചിലപ്പോൾ 2-3 മാസത്തെ നോളജ് ഉണ്ടാവുള്ളൂ. ഈ കാര്യം ഞാൻ ചിന്തിക്കുന്നില്ല. അപ്പം ഇങ്ങനെയാണ് എൻ്റെ ലോസ് പോയത്. അപ്പം ഈ ലോസ് വന്നു കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതേപോലെ പഠിച്ചിട്ടുണ്ട്. ഞാൻ പലരുടെയും കോഴ്സ് എടുത്ത് പഠിച്ചിട്ടുണ്ട്. അത് ഇന്ത്യയിലുള്ളവരുടെ, ഇന്ത്യക്ക് പുറത്തുള്ളവരുടെ അല്ലാതെ എല്ലാവരുടെയും കോഴ്സ് എടുത്ത് പഠിച്ചിട്ട് അത്രയും കോഴ്സുകൾ, അതും ലക്ഷങ്ങൾ ഞാൻ മുടക്കിയിട്ടുണ്ട്. ലക്ഷങ്ങൾ മുടക്കിയാണ് ഞാൻ ട്രേഡിങ് പഠിച്ചത്. അത് മാർക്കറ്റിൽ ലോസ് വരുത്തി മാർക്കറ്റിന് ഫീസ് കൊടുത്തത് മാത്രമല്ലാതെ ഓരോ കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് ഇത്രയും പൈസ മുടക്കിയിട്ടാണ് ഞാൻ പഠിച്ചത്. അപ്പം ഇത്രയും കോഴ്സുകളിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യങ്ങളാണ് ഇവിടെ നമ്മുടെ സിലബസ്. ജെർവിൻ വന്ന് ജോയിൻ ചെയ്ത സമയത്ത് ജെർവിൻ എന്നോട് ആദ്യം ചോദിച്ചു ചോദ്യം കാരണം ഒരു ട്രെയിനിങ് സെഷനിൽ ഇത്രയും സിമ്പിളായിട്ടാണോ ട്രേഡ് ചെയ്യുന്നത്? അതെ. കാര്യം ഞാൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കുമ്പോഴത്തേക്കും സാറ് സിമ്പിളായിട്ട് ചിന്തിച്ച് കാശുണ്ടാക്കുന്നത്. കാരണം അതിനകത്ത് എൻ്റെ ചാർട്ടിൽ ഇൻഡിക്കേറ്റേഴ്സ് ഇല്ല, ഇൻഡിക്കേറ്റർ സ്ട്രാറ്റജീസ് ഇല്ല, ഒന്നുമില്ല. പ്യുവർ പ്രൈസ് ആക്ഷനാ. നമ്മുടെ കൊടുക്കുന്ന ഇതിൻ്റെ എത്ര വിൻ റേറ്റ് വരുന്നത്, എത്ര % എടുക്കുന്നത്. ഇപ്പം നമ്മൾ വിഴുന്ന ഒരാൾ ഒരു ദിവസം 10% ഉണ്ടാക്കി, അല്ലെങ്കിൽ 20% ഉണ്ടാക്കി, 30% ഉണ്ടാക്കി എന്ന് പറയുമ്പോഴത്തേക്കും വേറെ ആൾക്കാർ പറഞ്ഞു കൊടുക്കും നിങ്ങൾ മന്ത്ലി ഒരു 3% ഉണ്ടാക്കിയാൽ മതി എന്ന്. അവർക്ക് അത്രയുള്ള കേപ്പബിലിറ്റി കാണുള്ളൂ. അതായിരിക്കും അവരവരുടെ സ്റ്റുഡൻസിന് പഠിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ ആ ലെവലിൽ ക്യാപിറ്റൽ ഉണ്ടാക്കുന്നവരുണ്ട്. മറ്റേ നമ്മുടെ ഏജിലൊക്കെ ആണെങ്കിലും അതാണ് ആൾക്കാർ പറയുന്നത്. 300% എന്നൊക്കെ പറയുമ്പോൾ വേറെ ആൾക്ക് അൺറിയലിസ്റ്റിക്കാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം 300% എപ്പോഴും നടക്കുന്ന ഒരു കാര്യമല്ല. ഓക്കെ, ചിലപ്പോൾ വൺസ് ഇൻ ഇയർ ആയിരിക്കും, അല്ലെങ്കിൽ ട്വൈസ് ഇൻ ഇയർ ആയിരിക്കും. ഈ ഒരു കാര്യങ്ങളായിരിക്കും വരുന്നത്. ഓപ്പർച്യൂണിറ്റി ഉള്ളപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പം ഇതേ കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ ഒരു കോഴ്സിലും പറഞ്ഞിട്ടുള്ളൂ. കാരണം ഇപ്പം നമുക്ക് ഈ പറഞ്ഞ 12 year old സ്റ്റുഡൻസ് വരെ ഉണ്ട്. അവർക്ക് തൊട്ടാണെങ്കിലും ഈ പറഞ്ഞ 62 വയസ്സുള്ള ഒരാൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഈ പറഞ്ഞ ഇത്രയും വർഷം കൊണ്ടും അവർക്ക് ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആയില്ല. അല്ലെങ്കിൽ ഒരു ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം ഈ 55-ാമത്തെ വയസ്സിൽ കാശ് ഇടുന്നത് ട്രഷറിയിലാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു FD കൊണ്ടിടുന്നുണ്ട്. ഒരു സീനിയർ സിറ്റിസണിന് ചിലപ്പോൾ ഒരു 1% കൂടുതൽ കൊടുക്കുന്നത്. ബാങ്കുകാർ പറയുന്നത് എങ്ങനെ, സീനിയർ സിറ്റിസൺസിന് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ഒരു FD ഓഫർ ഉണ്ട്, നിങ്ങൾക്ക് ഇത്ര % കിട്ടും. അത് ആൾക്കാരെ പറ്റിക്കുകയാണെന്ന് നമുക്കറിയാം. പക്ഷെ ആൾക്കാർ നോക്കുമ്പോൾ 1% കിട്ടും. ഞാൻ FD ബ്രേക്ക് ചെയ്യത്തില്ല, 1 FD ബ്രേക്ക് ചെയ്യത്തില്ല. പക്ഷെ ഇൻഫ്ലേഷനായിട്ടൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഈ 1% കൊണ്ട് വല്ല കാര്യം ഒരു കാര്യം. എക്സാക്ട്ലി. കാരണം ഈ ഉള്ള ഒരു സംഭവം ഉണ്ടെങ്കിൽ എത്ര വെൽത്ത് അവർക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ സെക്യൂറിൽ എന്താ പഠിപ്പിക്കുന്നത്?
വർക്കിംഗ് പ്രൊഫഷണൽസിന് വേണ്ടി മാത്രമാണ്, അല്ലെ സീനിയർ സിറ്റിസൺസിന് വേണ്ടി മാത്രമാണ്. കാരണം വർക്കിംഗ് പ്രൊഫഷണൽസിന് എഫക്റ്റീവായിട്ട് സ്വിംഗ് ട്രേഡിൽ മാത്രം എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. അവർക്ക് ജോബുണ്ട്, അവർക്ക് രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവർക്ക് പണിയാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ എന്താ ജോലിയുടെ ഇടയ്ക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. ജോലിയുടെ ഇടയ്ക്ക് ട്രേഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ലോസേ വരത്തുള്ളൂ. ഓക്കെ, ഒരു വർക്കിംഗ് പ്രൊഫഷണലിനെ സംബന്ധിച്ചിടത്തോളം ഇൻട്രാഡേ ട്രേഡിങ്ങിലോട്ട് ഇറങ്ങിയാൽ ലോസേ വരത്തുള്ളൂ. അത് ഏത് അക്കാഡമി പഠിച്ചാലും അല്ലെങ്കിൽ ഫ്രീ കണ്ടന്റ് നോക്കി പഠിച്ചാലും അങ്ങനെ വരുള്ളൂ. കാരണം അയാൾക്ക് ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്യാൻ പറ്റില്ല പലർക്കും. ഓക്കെ, പറ്റുന്നവരുണ്ട്, ഈ പറഞ്ഞ പോലെ അവരുടെ ജോബിൽ ഫ്രീഡം വെച്ചിട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ ഫ്രീഡം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സെക്യൂരിറ്റി ഇറക്കിയത്. അതിനെന്താ സ്വിംഗ് ട്രേഡിങ്, ഇന്ന് എൻട്രി എടുക്കുന്ന ആളെന്താ എവിടെ എക്സിറ്റ് ചെയ്യണം, എവിടെ ആയിരിക്കണം, അല്ലെങ്കിൽ ടാർഗറ്റ് വെക്കേണ്ടത്, എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കണം, ഇത് അയാൾക്കറിയാം. അതെത്തുന്നുണ്ടോ എന്ന് മാത്രം വല്ലപ്പോഴും നോക്കിയാൽ മതി. ഒരു എഫോർട്ടും ഇല്ല, എഫോർട്ട്ലെസ് ആയിട്ട് മണി പ്രിന്റ് ചെയ്യാം. ഈ പറഞ്ഞ പോലെ 50,000 1 lakh സാലറി കിട്ടുന്ന ഒരാൾക്ക് പയ്യെ സ്കെയിൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു SIP മോഡൽ ഇത്ര രൂപ എങ്ങനെ നമ്മളത് പറയുന്നുണ്ട്. പേഴ്സണൽ ഫൈനാൻസ് എത്ര രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എത്ര രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത് മന്ത്ലി പോകണം. അതിന്റെ കൂടെ പാരലി സ്വിംഗ് ട്രേഡിൽ എങ്ങനെ ഏറ്റവും കൂടുതൽ ഇപ്പം ഞാൻ പേഴ്സണലി ചെയ്യുന്നതാണെങ്കിൽ പോലും ഇക്വിറ്റീസിങ്സ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കാരണം റിസ്ക് കുറവാണ്, നമുക്ക് ക്യാപിറ്റൽ കൂടുതൽ ഇടാൻ പറ്റും, നമുക്ക് സേഫ് ആയിട്ട് കളിക്കാൻ പറ്റും, വിൻ റേറ്റ് കൂടുതലാണ്, വിൻ സൈസ് കൂടുതലാണ്. അപ്പം ഏറ്റവും സേഫ് ഒരു മെത്തേഡാണ്. ഇപ്പം 10 ലക്ഷം രൂപ ഉള്ള ഒരാൾക്ക് അതിൽ നിന്ന് ഒരു മാസം ഒരു 1 ലക്ഷം പ്രോഫിറ്റ് എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കും, ഒരു 10%. അതിൽ ഒരു 50,000 രൂപ ഇയാൾ ചിലവാക്കിയാലും ബാക്കി 50,000 രൂപയുണ്ട്. ആ 50,000 രൂപ എങ്ങനെ എഫക്റ്റീവായിട്ട് ചിലവാക്കാം, അല്ലെങ്കിൽ എങ്ങനെ എഫക്റ്റീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, എങ്ങനെ വെൽത്ത് ജനറേറ്റ് ചെയ്യാം, ഇത് പഠിക്കാനാണ് 62 വയസ്സുള്ള ഒരാൾ നിൽക്കുന്നത്. പക്ഷെ അപ്പോഴും ഈ FDയിലും ഈ പറഞ്ഞ പോലെ ട്രഷറിയിലും ഇടുന്ന 62 വയസ്സുകാരും ഉണ്ട്. അവരുടെ പൈസ വളരുമോ? വളരത്തില്ല. പക്ഷെ ഈ ഒരു കാര്യം ചെയ്യുന്ന ആളുടെ പൈസ വളരും. എനിക്ക് സത്യത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ 17 വയസ്സുള്ളവരും 16 വയസ്സുള്ളവരും അതുപോലെ 50 വയസ്സ് കഴിഞ്ഞവരും നമ്മുടെ ജോയിൻ ചെയ്യുമ്പോഴാണ്, സ്റ്റുഡൻസ് ആയിട്ട് ജോയിൻ ചെയ്യുമ്പോഴാണ്. കാരണം അവരുടെ ഏറ്റവും ക്രൂഷ്യൽ ഒരു പോയിന്റിൽ ഈ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. കാരണം എനിക്ക് ഇപ്പം അറിയാവുന്ന കാര്യങ്ങൾ എനിക്ക് എൻ്റെ 17ാമത്തെ വയസ്സിൽ അറിയാമായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് മൾട്ടി മില്യണർ ആയനെ. പക്ഷെ എനിക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്നോട് സംസാരിക്കുന്ന പലരോട് സ്റ്റുഡൻസിനോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. നമ്മുടെ പേരൻസിനോട് എത്ര പേരോട് സംസാരിക്കാറുണ്ട്. പക്ഷേ എനിക്ക് സത്യത്തിൽ വൈ ഡിഗ്രി എന്നുള്ള ഒരു ഐഡിയയിൽ, അല്ലെ വൈ ഡിഗ്രി എന്നുള്ള നമ്മുടെ കമ്പനിയിൽ എനിക്ക് ഏറ്റവും കോൺഫിഡൻസ് തോന്നിയ ദിവസം എന്താണെന്നറിയോ? അത് ഇത്ര പിള്ളേർ ജോയിൻ ചെയ്തപ്പോഴോ ഇത്ര റവന്യൂ കണ്ടിട്ടോ അല്ല, ഇതൊന്നുമല്ല. എനിക്ക് സ്പാർക്കിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പം അതിൽ നമ്പർ എടുത്തിട്ട് കുറച്ച് പേരൻസ് എന്നെ വിളിച്ചു. ഓക്കെ, ഇപ്പം ഇവിടെ ഉള്ള പല എട്ട കമ്പനികളുണ്ട്. ബൈജൂസ് ആണെങ്കിലും സൈലം ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ബ്രില്യൻ്റ് ആണെങ്കിലും ഇതെല്ലാം ഏറ്റവും മൾട്ടി ബാഗേഴ്സ് അല്ലെ ഏറ്റവും കൂടുതൽ റവന്യൂ ഉണ്ടാക്കിയിട്ടുള്ള കമ്പനീസാണ്. ഈ കമ്പനീസ് എല്ലാം ഫോളോ ചെയ്തെന്ന് പറഞ്ഞാൽ ദേ വർ ഗോയിങ് വിത്ത് എ ക്രൗഡ്. അവർ ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ 99%നെ. ഓക്കെ, അവർക്ക് ഒരു ബിസിനസ് സ്കെയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ബൈജൂസിന്റെ ഒരു സ്ട്രാറ്റജി തന്നെ ആയിരുന്നു, ഓരോ ആൾക്കാരുടെ വീട്ടിൽ പോകും, അവരുടെ മക്കൾ മണ്ടന്മാരാന്ന് പേരൻസിന് മുന്നിൽ പരുത്തി തീർക്കും, പിടിക്കുക. കാരണം സെയിൽസ്, ഞാൻ അതുപോലെ സെയിൽസ് പഠിക്കുന്ന ഒരാളാണ്. സെയിൽസ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ ചെയ്തോണ്ടിരുന്നത്. അപ്പം പേരൻസ് അയ്യോ എൻ്റെ മോന് ഇതറിയത്തില്ലേ, ഫിസിക്സ് അറിയത്തില്ലേ, ബയോളജി അറിയത്തില്ലേ, അവൻ എന്തായാലും എന്നാ ഇത് വേണം. അവരുടെ കാശ് കാണത്തില്ല, കടം മേടിച്ച് അവർ കൊടുക്കും, EMI എടുത്ത് കൊടുക്കും, ലോൺ എടുത്ത് കൊടുക്കും, പിന്നെ പല മെത്തേഡ്സിൽ അവർ കൊടുക്കും. ഇപ്പൊ 1 ലക്ഷം 1 ലക്ഷം 2 ലക്ഷം രൂപ ഫീസ് കൊടുക്കുന്നവർക്ക് മനസ്സിലായി അത്താഴപ്പണിക്കാരായിരിക്കും, അവരവിടെ കാശ് ചിലവാകും. പക്ഷെ ഇതൊന്നും നമ്മുടെ കൺസെപ്റ്റ് എന്താ, എഗെയിൻസ്റ്റ് ഫോർ ദ 1%. അപ്പം ഈ ഇന്റർവ്യൂവിന് ശേഷം എന്നെ വിളിച്ച ആൾക്കാരൊക്കെ ചോദിച്ചത്, സാറേ ഈ ഒരു കൺസെപ്റ്റ് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്, ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്, ഞങ്ങളുടെ മക്കൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ നോക്കട്ടെ. പേരൻസ് പറഞ്ഞു ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് വൈ ഡിഗ്രിയുടെ കൺസെപ്റ്റ് ഇഷ്ടപ്പെട്ടു, ഞങ്ങളുടെ മക്കൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങൾ ജോയിൻ ചെയ്യിപ്പിക്കുമെന്ന്. ഇതിലാണ് എനിക്ക് കോൺഫിഡൻസ് വന്നത്. കാരണം നമ്മുടെ കേരളത്തിലെ പേരൻസ് ഇങ്ങനെ മാറി ചിന്തിച്ച് തുടങ്ങിയെങ്കിൽ അതാണ് ഏറ്റവും കോൺഫിഡൻസ് ഉള്ളത്. കാരണം എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ പ്രോജക്റ്റിൽ കോൺഫിഡൻസ് കിട്ടിയ ഒരു ഏരിയ അത്. അതിപ്പം ഒരു 100 പേരോ 200 പേരോ 500 പേരോ 1000 പേരോ 10,000 പേരോ ഒക്കെ ജോയിൻ ചെയ്യുന്നതിനേക്കാളും കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഓക്കെ, പേരൻസ് അത് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി, പേരൻസ് ആ റിയാലിറ്റി മനസ്സിലാക്കി തുടങ്ങി. അല്ലെങ്കിൽ അവർക്കോ പറ്റിയില്ല, എൻ്റെ മക്കൾക്കെങ്കിലും പറ്റണം എന്നുള്ളത് വിചാരിച്ചു തുടങ്ങി. കാരണം 2 ടൈപ്പ് പേരൻസ് ഉണ്ട്. ഞാൻ കഷ്ടപ്പെട്ടു, എൻ്റെ മോനും കഷ്ടപ്പെടണം, അല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ടു, എൻ്റെ മോൻ അതുകൊണ്ട് കഷ്ടപ്പെടരുത്. ഈ 2 സാധനങ്ങളുണ്ട്. കാരണം ഈ പേരൻസിന് എന്നൊക്കെ പറഞ്ഞ് ഇവർക്കുള്ള ട്രോമ ആയിരിക്കും. ഇവർക്ക് ഇതൊക്കെ ഇവർക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യണം, ബിസിനസ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ബിൽഡ് ചെയ്യണം, ട്രേഡിങ് ചെയ്യണം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അവരുടെ വില്ലന്മാര് പേരൻസ് ആയിരുന്നു. പേരൻസ് സമ്മതിച്ചിട്ടില്ല. അവർക്ക് നോ പറയാനുള്ള ഒരു ശേഷിയില്ലായിരുന്നു, നോ പറയാനുള്ള ധൈര്യമില്ല. പക്ഷെ അവരുടെ മക്കളുടെ കാര്യം വന്നപ്പോഴത്തേക്ക് അവരുടെ മറ്റേ ഒരു പടം ഉണ്ടല്ലോ 1983, അതിനകത്തിൽ അത് വെച്ച് ഭയങ്കര ഇമോഷണൽ ഒരു പടം.
അതിനകത്തിൽ ഈ പറഞ്ഞ പോലെ അവസാനം നിവിൻപോളിയുടെ മോന് വേണ്ടിയിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ആ സ്റ്റേജിൽ നിന്നിട്ടുള്ള എല്ലാവരുടെയും കണ്ണ് പറയുന്ന ഒരു സാധനമാണ്. ഓക്കെ, ഇതേ ഇമോഷനാണ് ഈ പേരൻസിൻ്റെ അടുത്ത് നമ്മൾ കാണുന്നത്. അവർക്ക് നടക്കാതെ ഒരു കാര്യം അവർക്ക് മക്കൾക്ക് നടത്തി കൊടുക്കാൻ പറ്റണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ ഒരു കാറ്റഗറി അല്ലെങ്കിൽ വലിയൊരു പെർസെൻറ്റേജ് പേരൻസ് ഇപ്പോൾ ഉണ്ട്. അത് തന്നെയാണ് വൈഡിഗ്രിയുടെ ആണെങ്കിലും എൻ്റെ ആണെങ്കിലും ഏറ്റവും വലിയ കോൺഫിഡൻസ്. കാരണം ആൾക്കാർ അത് മനസ്സിലാക്കി തുടങ്ങി. അല്ലെങ്കിൽ ഈ കൺവെൻഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സ്കാമാണ് എന്നുള്ള ഒരു കാര്യം ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങി. ഇത് തന്നെയാണ് ഏറ്റവും വലിയ വിജയം. ഇനി ആൾക്കാർ മാറി ചിന്തിച്ചു തുടങ്ങും. ഡിഗ്രി ഇല്ലാത്തവനല്ല മണ്ടൻ, ഡിഗ്രി ഉള്ളവനാ മണ്ടൻ എന്ന് ആൾക്കാർ പറഞ്ഞു തുടങ്ങും. അപ്പം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പം നമ്മൾ പഴയ സ്കൂളിലൊക്കെ ആണെങ്കിലും പണ്ട് എന്ത് സംഭവിച്ചോ അതേ കാര്യങ്ങളാണ് വീണ്ടും പഠിപ്പിക്കുന്നത്. അതിന് വരും പുതിയതായിട്ട് എന്ത് സംഭവിക്കുന്നോ അത് നമ്മളെ പഠിപ്പിക്കുന്നില്ല. സൈൻ തീറ്റ കോസ് തീറ്റ യൂസ് ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എന്തിനാ പിന്നെ സൈൻ തീറ്റയും കോസ് തീറ്റയും? അതെ, ഒരു പയ്യനെ ഇപ്പം ഓക്കെ, ഏത് സ്കൂളിലാണ് ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ പഠിപ്പിക്കുന്നത്? ഏത് സ്കൂളിലാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് പഠിപ്പിക്കുന്നത്? എങ്ങനെ ഒരാളോട് സംസാരിക്കണം, എങ്ങനെ ഒരാളെ ഐഡന്റിഫൈ ചെയ്യണം, നിങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന ഒരാൾ നിങ്ങളുടെ ശത്രുവാണോ മിത്രമാണോ? ഓക്കെ, എങ്ങനെ ഒരാളെ തിരിച്ചറിയണം പഠിപ്പിക്കുന്നുണ്ടോ? എങ്ങനെ ഒരു ടീമിനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നുണ്ടോ? എങ്ങനെ ഒരാളോട് സംസാരിക്കണം, എങ്ങനെ 10 പേര് ഒരുമിച്ച് നിൽക്കുമ്പോൾ സംസാരിക്കണം പഠിപ്പിക്കുന്നുണ്ടോ? എങ്ങനെ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നുണ്ടോ? എങ്ങനെ സെയിൽസ് നടത്തണമെന്ന് പഠിപ്പിക്കുന്നുണ്ടോ? എങ്ങനെ ഒരു സാധനം വിൽക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ടോ? എങ്ങനെ ഫൈനാൻസ് മാനേജ് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നുണ്ടോ? നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ട് എങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നുണ്ടോ? നിങ്ങളുടെ സെൽഫ് പേഴ്സണാലിറ്റി എങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നുണ്ടോ? MBA-ലൊക്കെ ആണെങ്കിലും അങ്ങനെ കൂടുതൽ അവർ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിപ്പിക്കുന്നില്ല. ജസ്റ്റ് ഇന്ന തിയറി മാത്രം പഠിപ്പിച്ചു വിടുന്നു. പ്രാക്ടിക്കലായിട്ട് വലിയ കാര്യമായിട്ടൊന്നും പഠിപ്പിക്കുന്നില്ല. ഈ പറയുന്ന ഒരു സാധനം ഒരു സ്കൂളും കോളേജും ഇവിടെ പഠിപ്പിക്കുന്നില്ല. പക്ഷേ വൈഡിഗ്രി പഠിപ്പിക്കുന്നുണ്ട്. വൈഡിഗ്രി ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെന്റിൽ. അത് തന്നെയാണല്ലോ നമ്മുടെ സാധാ കൺവെൻഷനലായിട്ട് ചിന്തിക്കുന്ന പേരൻസ് പോലും അതിൽ കൺവിൻസ് ആകാൻ കാര്യം. അതെ, കാരണം ഞാൻ ഈ ഒരു ചാനലിൽ ഇപ്പോഴും ഞാൻ പേരൻസിനെ കാണുമ്പോഴത്തേക്കും ഇതിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഞാൻ ചോദിക്കും അവരോട്, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, നിങ്ങളുടെ മക്കൾക്ക് ഇതിൽ കൂടുതൽ എന്ത് പഠിക്കണമെന്നാണ് ആഗ്രഹം? ഞാൻ സത്യത്തിൽ നമ്മുടെ കുറച്ച് പേരൻസിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം അവരെല്ലാവരും പറയുന്നുണ്ട്, അവരെല്ലാം ഇതുപോലെ മക്കളെ കൊണ്ട് ഇത് ചെയ്യിക്കണം, മക്കൾക്ക് ഈ സോഫ്റ്റ് സ്കിൽ വേണം, അതുപോലെ അല്ലെ മക്കൾക്ക് എവിടെ ചെന്നാലും ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ബോധാടാ. പണ്ടത്തെ പേരൻസ് അത് ബോധാടല്ല. ഓക്കെ, മോൻ ഇവിടെ പോയി എലക്യൂഷന് ഫസ്റ്റ് പ്രൈസ് മേടിച്ചാൽ അവർക്ക് സന്തോഷം. പക്ഷേ ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഒരു സാധനം ബിൽഡ് ചെയ്യാനുള്ള ഒരു സംഭവം ഇത് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അവരെ അവരുടെ ഇഷ്ടത്തിന് വിടണമെന്നോ ഉള്ളതല്ല. ഇപ്പം കൊച്ചിയില് ഈ പറയുന്ന പോലെ നമ്മൾ മറ്റേ ഈ സയൻസിൽ മറ്റേ ബാറ്ററി ഒക്കെ വെച്ച് കറക്കുന്നതൊക്കെ കാണുമ്പോൾ പേരൻസിന് സന്തോഷമാണ്. ഒരു വീട് വെക്കുന്ന കണ്ട പേരൻസിന് സന്തോഷമാണ്. എന്നിട്ട് അവനെ വലിയ എഞ്ചിനീയർ ആക്കണം. എന്തിനാ? അവന്റെ സ്വന്തം എഞ്ചിനീയറിംഗ് കമ്പനി തുടങ്ങാനല്ല, വേറെ എവിടെയെങ്കിലും ജോലിക്ക് വിടാനാ. അപ്പം ഈ ഒരു സംഭവമാണ് കേരളത്തിൽ എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഒരുപാട് പേര് മാറി ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പം എല്ലാ ആൾക്കാരും, ഞാനിപ്പോൾ ഈയിടെ സംസാരിച്ചിട്ടുള്ള എല്ലാ പേരൻസും അല്ലെങ്കിൽ ഒരു കുഞ്ഞു കുട്ടികളുടെ എല്ലാ പേരൻസിനും ഈ ഒരു ട്രോമ ഉണ്ടാവട്ടെ വേണ്ടി, ഞങ്ങൾക്കോ ഞങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റില്ല, എൻ്റെ മക്കളെ അവരുടെ ഇഷ്ടത്തിന് വിടും. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്, ഇതാണ് നമ്മുടെ ബിസിനസ്, ഇതാണ് നമ്മൾ ബിൽഡ് ചെയ്യാൻ നോക്കുന്നത്. അത് ട്രേഡിങ് മാത്രമല്ല. ഇപ്പം ഈ പറയുന്ന പോലെ എല്ലാവർക്കും എഞ്ചിനീയർ ആവാൻ പറ്റുമോ? പറ്റില്ല. എല്ലാവർക്കും ഡോക്ടർ ആവാൻ പറ്റുമോ? ഇല്ല. ഇപ്പം എന്നെ ഒരു ഡോക്ടർ ആക്കണമെന്ന് എൻ്റെ അച്ഛൻ്റെ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും, കാരണം മൂത്ത മോൻ, എനിക്കൊരു അനിയനുള്ളത്, അപ്പം എന്നെ ഡോക്ടർ ആക്കണമെന്ന് ആഗ്രഹിച്ചത് ഞാൻ. പക്ഷേ എൻ്റെ അമ്മയെ പോലെ ഒരു ടീച്ചറാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാനൊരു ടീച്ചറാവും. ഞാനാണ് ആദ്യമായിട്ട് ട്രേഡിങ്ങിൻ്റെ ഒക്കെ ആണെങ്കിലും ക്ലാസ് എടുത്ത് തുടങ്ങിയപ്പം, പിന്നെ ഫിറ്റ്നസിൻ്റെ ഒബ്വിയസ്ലി ഞാൻ കോച്ച് ചെയ്യുമായിരുന്നു. അപ്പം ട്രേഡിങ്ങിൻ്റെ ക്ലാസ് എടുത്ത് തുടങ്ങിയപ്പോഴത്തേക്ക് ഞാനിങ്ങനെ മറ്റേ കോളേജിലെ സാർമാരെയൊക്കെ സ്മരിച്ചിട്ടുണ്ട്. ഞാൻ ആകാശിനെ ആദ്യം വിളിച്ചത്. ഞാൻ പറഞ്ഞിട്ടാ പ്രാക്ക് ചെറുതല്ല, ചില്ലറയല്ല, നല്ല പണിയാണ്. ഞാൻ ഫസ്റ്റ് എൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അമ്മയോട് എടുത്തതെന്ന് പറഞ്ഞാൽ, ഈ അമ്മ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, രാവിലെ തൊട്ട് വൈകിട്ട് വരെ വായിട്ടലച്ചിട്ടാടാ ആ ഒരു സാധനമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മേ മനസ്സിലായി. അപ്പം ആ ഒരു സംഭവമുണ്ട്. ഇതാണ് നമുക്ക് വേണ്ടതും, ഇതാണ് നമുക്ക് ഇനി ഇവിടെ മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓൾറെഡി മാറി. ഇനി കൂടുതൽ ആൾക്കാർ ഇതിനകത്തോട്ട് വരണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ പോലെ ബിടെക്കോ മെഡിസിനോ എല്ലാവർക്കും പറ്റത്തില്ല, അതുപോലെ ട്രേഡിങ് എല്ലാവർക്കും പറ്റത്തില്ല. ഇപ്പം ജർമ്മനി തന്നെ എത്ര പേരാണ് ട്രേഡിങ് പറ്റാത്തത്? ഇപ്പോൾ ഇവിടെ ട്രേഡിംഗ് എന്ന് പറഞ്ഞ് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും ട്രേഡിങ്ങിനുള്ള കേപ്പബിലിറ്റി ഇല്ല. കാരണം അവർക്ക് സ്ട്രെസ് എടുക്കാൻ പറ്റത്തില്ല, അവർക്ക് ഇമോഷണലി അവർക്ക് പറ്റത്തില്ല, അവർക്ക് പൈസ പോകുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരാൾക്ക് ട്രേഡർ ആകാൻ പറ്റത്തില്ല. ഓക്കെ, ഇപ്പോൾ ഈ പല അക്കാഡമീസിലും പോകുന്നത് അവരുടെ വിൻ റേറ്റ് കുറവെന്ന് പറയുന്നത് ഇങ്ങനെ കുറേ ആൾക്കാർക്ക് പറ്റത്തില്ല, അവർക്ക് ചെയ്യാൻ അറിയത്തില്ല. പക്ഷേ ഇവിടെ വരുന്ന ആൾക്കാർക്ക് വേറെ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, കാരണം ട്രേഡിങ് അറിയണ്ട, നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യാം, നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാം, അത് ഇവർ പഠിക്കുന്നുണ്ട്. ഓക്കെ, അവർ വെറുതെ പോകുന്നില്ല, അവർ കാശ് ഉണ്ടാക്കാനുള്ള. ഇവിടെ നമ്മുടെ എന്താ മോട്ടീവ്?
സ്കില്ല് കോളേജിലും സ്കൂളിലും പഠിപ്പിക്കാത്തൊരു സ്കില്ല് അക്വയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ മോട്ടീവ് ഒക്യൂർ ചെയ്യുന്നതിനുള്ളതിനേക്കാൾ അവരത് വെച്ച് എങ്ങനെ പൈസ ഉണ്ടാക്കണം പഠിപ്പിക്കുക. പൈസ ഓക്കെ, ഇവിടെ എല്ലാ അക്കാഡമീസ് ചെയ്യുന്നത് എന്താ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുന്നത് എന്താ, സർട്ടിഫിക്കേഷൻ. യാ ഇവിടെ എത്ര പേര് ചോദിക്കുന്നുണ്ടെന്ന് അറിയാം, സർട്ടിഫിക്കേഷൻ ഉണ്ടോ ട്രേഡിംഗ് കോഴ്സിന്? ട്രേഡിംഗ് കോഴ്സിന്റെ സർട്ടിഫിക്കേഷൻ എടുത്ത് വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവർക്ക് എന്താ പ്രോഫിറ്റ് വരും? എനിക്കറിയത്തില്ല, എനിക്ക് ആ ലോജിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. അപ്പം ഇവിടെ വരുന്ന ഒരാൾ ഇത് ഈ പറഞ്ഞ ഏത് കോഴ്സിലാണല്ലോ അവർ പൈസ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കും. ഈ പറഞ്ഞ എല്ലാ കോഴ്സും ഞാൻ ചെയ്ത് അല്ലെങ്കിൽ ഞാൻ പൈസ ഉണ്ടാക്കാത്ത ഒരു കോഴ്സ് പോലും ഇവിടെ പഠിപ്പിക്കുന്നില്ല. ആ ഒരു കാര്യമുണ്ട്. കാരണം സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, പേഴ്സണൽ ബ്രാൻഡിങ് ആയിക്കോട്ടെ, ഇതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, കാരണം അതിൻ്റെ ഒരു കമ്പനി വരെ എനിക്കുണ്ട്, ഓക്സൈ മീഡിയ. ബ്രാൻഡിങ് ആയിക്കോട്ടെ, ബിസിനസ് ബിൽഡിംഗ് ആയിക്കോട്ടെ, ബിസിനസ് ഡെവലപ്പിംഗ് ആയിക്കോട്ടെ, മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, സെയിൽസ് ആയിക്കോട്ടെ, ഈ ഇത്രയും കാര്യങ്ങൾ മതി ഒരാൾക്ക് പൈസ എടുക്കാൻ. ഒരാൾ ട്രേഡിങ്ങിൽ പാടായിരിക്കും, സോഷ്യൽ മീഡിയ ചെയ്യാൻ പറ്റും. ഓക്കെ, സോഷ്യൽ മീഡിയയിലും അയാൾക്ക് പറ്റുന്നില്ല. കാരണം എന്താ, ക്യാമറയിൽ മുന്നിൽ പോയിരിക്കണം, ക്യാമറ മുന്നിൽ സംസാരിക്കാൻ എത്ര നോക്കിയിട്ടും പറ്റാത്ത ഒരാളാണ് അയാൾക്ക്. പക്ഷേ ആ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു കാര്യം പഠിക്കാം, വേറൊരാൾക്ക് വേണ്ടി അത് ചെയ്ത് നോക്കാം. ഇപ്പം നമ്മുടെ സ്റ്റുഡൻസ് എന്താ ചെയ്യുന്നത്, ഒരാൾക്ക് വീഡിയോ എഡിറ്റിംഗ് അറിയായിരിക്കും, വീഡിയോ എഡിറ്റിംഗ് പഠിച്ചു. ആ വീഡിയോ എഡിറ്റിംഗ് പഠിച്ച ആൾ വേറെ സോഷ്യൽ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന ഒരാളുടെ വീഡിയോ അയാളാണ് എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അവരവരുടെ എക്കോസിസ്റ്റവും ബിസിനസ്സും ബിൽഡ് ചെയ്തു. അവരിവിടെ തന്നെ മാസങ്ങൾ കൊണ്ട് പഠിച്ചു കഴിഞ്ഞു എങ്ങനെ ബിസിനസ് ബിൽഡ് ചെയ്യണം, എങ്ങനെ ഒരാളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യണം, എങ്ങനെ ഒരു ക്യാമറയുടെ മുന്നിൽ നിന്ന് സംസാരിക്കണം, അല്ലെ ആൾക്കാരോട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഇത്രയും കാര്യങ്ങൾ അവർ പഠിച്ചു കഴിഞ്ഞു. ഇതും കഴിഞ്ഞു. ഓക്കെ, ഈ ഒരു 10,000 ഫോളോവേഴ്സ് ആയെങ്കിൽ ഇതേ കാര്യം അവർക്ക് വേറൊരാൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക. അവർക്കൊരു ക്ലയൻറ്റിനോട് പോയിട്ട് എന്താ സംസാരിക്കാനുണ്ടേ, സെല്ല് ചെയ്യാൻ അറിയണം, അവരെ സെല്ല് ചെയ്യാൻ അറിയണം, അവരുടെ സ്കില്ല് സെല്ല് ചെയ്യാൻ അറിയണം. സെയിൽസ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, അതെങ്ങനെ മാർക്കറ്റ് ചെയ്യണോ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഏത് 100 പേര് വന്നോട്ടെ, 100 പേർക്കും ശോഭിക്കാൻ പറ്റാത്ത ഒരു ഏരിയ പോലും ഇവിടെ ഇല്ല. ഇത്രേ ഉള്ളൂ. വൈ ഡിഗ്രിയുടെ മിഷനും അതാണ്, എങ്ങനെയും കാശുണ്ടാക്കാൻ പറ്റണം, മേക്ക് മണി, ബിൽഡിംഗ് ഓൺട്രപ്രണർഷിപ്പ് ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ ഇതുപോലെ ഡിജിറ്റൽ ബിസിനസ്സുകൾ, ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ചെയ്യുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം, കാരണം സ്റ്റുഡൻസിന് ആർക്കും ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളത്, അവർക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല. അവർക്കുള്ളത് എന്താ, അവരുടെ മൈൻഡ്, അവരുടെ ടൈം, ഇതാണ് അവരുടെ കയ്യിലുള്ളത്. അത് വെച്ചിട്ട് അവർക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റണം. ഇത്രയേ ഉള്ളൂ കമ്പനിയുടെ വിഷയം, എൻ്റെ വിഷയം അല്ല. എല്ലാവർക്കും പൈസ ഉണ്ടാക്കാൻ പറ്റണം, എല്ലാവർക്കും ഫൈനാൻഷ്യൽ സ്റ്റേബിളാണ്. അത് ട്രേഡിംഗ് ആണോ, ബാങ്കിങ് ആണോ, പേഴ്സണൽ ലൈക്ക് മാർക്കറ്റിംഗ് ആണോ, എങ്ങനെയും. സുബിൻ സാറിൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെയായിരിക്കണം ഒരു ട്രേഡറിൻ്റെ ലൈഫ്, അല്ലെങ്കിൽ ഒരു ട്രേഡർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു ട്രേഡർ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് അല്ല, എഡ്യൂക്കേഷൻ. എക്സാക്ട്ലി. ഓക്കെ, ഒരാൾ ആദ്യം പഠിക്കണം. ഇതെന്താണെന്ന് പഠിക്കണം. ഏതൊരു കോഴ്സിനെയും പോലെ തന്നെയാണ്, ഇത് MBBS ആയിക്കോട്ടെ, എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, ഏതൊരു കോഴ്സ് ആയിക്കോട്ടെ, ഒരാൾക്ക് പഠിക്കണം. ഏറ്റവും പൊള്ളുന്ന ഒരു കളിയാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. അതിൽ നമ്മളൊന്നും അറിയാതെ കയറി നിന്ന് കൊടുത്താൽ നമുക്ക് ലോസ് വരും. ഇവിടെ ഒരുപാട് ആൾക്കാർ പറയത്തില്ലേ, സ്റ്റോക്ക് മാർക്കറ്റ് തട്ടിപ്പാണ്, സ്കാമാണ്, എൻ്റെ ഇത്ര ലക്ഷം രൂപ, എൻ്റെ ലക്ഷങ്ങളും ലോസ് വന്ന ഒരാളാണ്. ഞാൻ ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറ്റം പറയത്തില്ല. ഇന്ന് ഈ ദിവസം വരെ സ്റ്റോക്ക് മാർക്കറ്റ്, ഇന്ന് എനിക്ക് വലിയ ലോസ് വന്നാലോ നാളെ വന്നാലോ ഞാൻ പറയത്തില്ല. കാരണം അത് എൻ്റെ തെറ്റാണ്, ഞാൻ പഠിക്കാത്തതിൻ്റെയാണ്. അല്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ടാണെങ്കിലും ഞാൻ മിസ്റ്റേക്ക് വരുത്തും. എപ്പോഴും എല്ലാ ട്രേഡേഴ്സും, അത് ഇന്ന് ഞാനിവിടെ ഇരിക്കുമ്പോഴാണെങ്കിലും ഞാൻ മിസ്റ്റേക്ക് വരുത്തും, അല്ലെങ്കിൽ ഏറ്റവും വലിയ ട്രേഡേഴ്സ് ആണെങ്കിലും മിസ്റ്റേക്ക് വരുത്തുന്നുണ്ട്. കാരണം ലോസ് ഇല്ലാതെ ഒരു ട്രേഡിംഗ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. ഓക്കെ, അപ്പം ആ ഒരു സംഭവം ആദ്യം ആൾക്കാർ തിരിച്ചറിയണം, ആദ്യം പഠിക്കാൻ ശ്രമിക്കണം. പിന്നെ ഈ ലോസ് വരുത്തുന്നതിൻ്റെ കാരണങ്ങൾ അവർ കണ്ടുപിടിക്കണം. ഈ ലോസ് വരുത്തുന്ന കാരണങ്ങൾ അവർ ജേർണൽ ചെയ്യണം, റിവ്യൂ ചെയ്യണം. കാരണം നമ്മൾ ഇപ്പോൾ എർവിൻ ഇന്നത്തെ രാവിലെ ഫുഡ് കഴിച്ചേ, രാവിലെ പാലപ്പവും കടലക്കറിയും. കഴിഞ്ഞ തിങ്കളാഴ്ച എന്തോ ഫുഡ് കഴിച്ചേ, അത് ഓർമ്മയില്ല. ഇതുപോലെ ഉള്ളൂ. ഇന്ന് ജെർവിൻ ചെയ്ത ട്രേഡിന്റെ കാര്യം ജെർവിന് ഓർമ്മ കാണും. കഴിഞ്ഞ ആഴ്ച ലോസ് വന്ന കാരണം ജെർവിന് ഓർമ്മ കാണുമോ? ഇല്ല. അതൊന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഓർമ്മ കാണും. അപ്പം നമുക്ക് ഇന്നൊരു തെറ്റ് പറ്റി. ആദ്യം നമ്മൾ ട്രേഡിങ് പഠിക്കുക, അല്ലെങ്കിൽ മാർക്കറ്റ് എന്താണെന്ന് പഠിക്കുക, മാർക്കറ്റ് അനാലിസിസ് എങ്ങനെ നടത്തണമെന്ന് പഠിക്കുക, റിസ്ക് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് പഠിക്കുക. അതിനൊക്കെ മുന്നേ ഈ പറഞ്ഞ പോലെ ക്യാപിറ്റൽ എങ്ങനെ സേഫ് ആക്കാമെന്ന് പഠിക്കുക, പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കുന്നതിന് മുന്നേ ട്രേഡിങ് സൈക്കോളജിക്കലി ഇമ്പ്രൂവ് ചെയ്യുക, ഇമോഷൻലെസ് ആകുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന മിസ്റ്റേക്സ് നമ്മൾ എഴുതി വെക്കുക. ഓക്കെ, ഇന്ന് എൻ്റെ മിസ്റ്റേക്സ് ഇതുകൊണ്ടാണ്, ഞാൻ ഇന്ന് എൻ്റെ 1:2 എന്ന് പറഞ്ഞ ഒരു റിസ്ക് റിവാർഡിലാണ് ഞാൻ ട്രേഡ് ചെയ്യാനിരുന്നത്. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ട്രേഡിങ്ങിൽ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ജേർണലിങ് 1:2 എന്നുള്ളത് വെക്കുക. ഓക്കെ, ഞാൻ 1:2 വെച്ചിട്ട് ഞാൻ അത്രയും കീപ്പ് ചെയ്തില്ല. 1:1 ആയപ്പോഴത്തേക്ക് ഞാൻ എക്സൈറ്റഡ് ആയിട്ട് ഇറങ്ങി, പേടിച്ചിട്ട് തിരിച്ചാവും. ഓക്കെ, അടുത്ത ദിവസം ഇതേ മിസ്റ്റേക്ക്, അടുത്ത ദിവസം ഇതുപോലെ 1:2 വെച്ചിട്ട് താഴോട്ട് ഡൗൺഫാൾ വന്നിട്ട് കറക്റ്റ് സ്റ്റോപ്പ് ലോസ് വെച്ച് നമ്മൾ എക്സിറ്റ് ചെയ്തില്ല, പിന്നെ ഹോൾഡ് ചെയ്തുകൊണ്ട് എഴുതി വെക്കുക. അടുത്ത ആഴ്ച എടുത്ത് നോക്കുമ്പോഴത്തേക്കും ആദ്യം കാണുന്നത് എന്താ, ഓക്കെ 1:2 ആയിരുന്നു എൻ്റെ ടാർഗറ്റ്, ഞാൻ 1:1 വന്നപ്പോൾ ഇറങ്ങി, എനിക്ക് പേടിച്ചു, ഈ ആഴ്ച ഞാൻ ഈ മിസ്റ്റേക്ക് വരുത്തില്ല. അങ്ങനെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ നമ്മൾ തിരുത്തുമ്പോൾ തന്നെ നമ്മുടെ ട്രേഡിംഗ് പെർഫോമൻസ് ഭയങ്കരമായിട്ട് മാറ്റം വരും. അപ്പം ജേർണലിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ആദ്യം പഠിക്കുക,
പിന്നെ നമ്മുടെ തെറ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അത് ജേർണൽ ചെയ്യുക, ഈ എഴുതുന്ന കാര്യങ്ങൾ റിവ്യൂ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ ആൾക്കാർ മുന്നോട്ട് പോകും. പിന്നെ ഈ പറഞ്ഞ പോലെ ഓവറായിട്ട് ക്യാപിറ്റൽ ആഡ് ചെയ്തിരിക്കുക. രണ്ട് സൈഡുണ്ട്. ഓവറായിട്ട് ക്യാപിറ്റൽ ആഡ് ചെയ്യാതിരിക്കുക ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്യാപിറ്റൽ ആഡ് ചെയ്യേണ്ട സമയത്ത് ആഡ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, പേടിച്ചിട്ട് ക്യാപിറ്റൽ ആഡ് ചെയ്യാതിരിക്കുകയും ചെയ്യരുത്. രണ്ട് സൈഡുണ്ട്. ഓക്കെ, ഓവറായിട്ട് ക്യാപിറ്റൽ ആഡ് ചെയ്യുകയും ചെയ്യരുത്, പേടിച്ചിട്ട് ക്യാപിറ്റൽ ആഡ് ചെയ്യാതിരിക്കുകയും ചെയ്യരുത്. ഈ രണ്ടും ഒരു ട്രേഡർ ചെയ്യേണ്ട കാര്യമാണ്. കാരണം 50,000 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റാത്ത ഒരാൾക്ക് 1 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഓക്കെ, അല്ലെങ്കിൽ 1 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റാത്ത ഒരാൾക്ക് 2 ലക്ഷത്തിലോ 5 ലക്ഷത്തിലോ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതാണ് സയൻസ്. പക്ഷെ തിരിച്ച് 50,000 രൂപയിൽ ഈസി ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കി പോകാൻ പറ്റുന്ന ഒരാൾക്ക് അയാൾ എന്തിന് 50,000 രൂപയിൽ ചെക്ക് ചെയ്ത് നിൽക്കണം? എന്തിന് 1,000 രൂപയോ 2,000 രൂപയോ ഒരു ദിവസം കിട്ടുന്നത്? അയാൾക്ക് അടുത്ത ടാർഗറ്റ് വെച്ചുകൂടെ? കാരണം നമ്മുടെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? കണ്ടിന്യൂസ് ആയിട്ടുള്ള ഗ്രോത്ത് വേണം. നമ്മൾ ഇന്ന് എവിടെ നിൽക്കുന്നുണ്ടോ നാളെ നിൽക്കുന്ന അവിടെ ആയിരിക്കരുതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഓക്കെ, ഞാൻ ഇപ്പോൾ ഒരു 6 മാസം ഡേ ബൈ ഡേ ഇമ്പ്രൂവ്മെന്റ്സ് വേണം. ഓക്കെ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഇതാ ചെയ്തു, അല്ലെ കഴിഞ്ഞ മാസം ഇത് ചെയ്തു, ഈ ആഴ്ച എനിക്ക് എന്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അല്ലെ എന്ത് ഇമ്പ്രൂവ്മെന്റ് നടത്തി, അല്ലെ കഴിഞ്ഞ മാസം ഞാൻ ഇങ്ങനെയായിരുന്നു എൻ്റെ ലൈഫ്, അല്ലെങ്കിൽ ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് പോയില്ല, അല്ലെങ്കിൽ ഞാൻ ജിമ്മിൽ പോകുന്നില്ല, ഈ മാസം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ജിമ്മിൽ പോകുന്നുണ്ട്, ഫിറ്റ്നസ് നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് ചെയ്യുന്നുണ്ട്, എക്സ്ട്രാ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇതായിരിക്കണം ഒരാൾ ചിന്തിക്കേണ്ടത്. കാരണം ഇവിടെ ആൾക്കാർക്ക് ക്യാപിറ്റൽ ഇടാനും പേടിയാകും. 10,000 രൂപ ഞാൻ അത്യാവശ്യം 100 രൂപ 200 രൂപ ഉണ്ടാക്കുന്നുണ്ട്. തിങ്ക് ബിഗ്. ഇഫ് യു വാണ്ട് ടു ബി എ ട്രേഡർ, തിങ്ക് ബിഗ്. കാരണം നിങ്ങൾ 100 രൂപ 1000 രൂപ ഉണ്ടാക്കാനല്ല ട്രേഡിംഗ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് ജോലിക്ക് പോയാൽ മതി, അല്ലെങ്കിൽ സാധാരണ 9 to 5 ജോബ് പോയാൽ മതി. ട്രേഡിംഗ് ഈസ് നോട്ട് ദ റൈറ്റ് സ്പേസ്. ഇത്രേ ഉള്ളൂ. സുബിൻ സാറിന് എങ്ങനെയാണ് വൈ ഡിഗ്രി എന്ന ആശയം മനസ്സിലോട്ട് വന്നത്? ഇനി അത് മാത്രമല്ല, വൈ ഡിഗ്രിയിലെ മുന്നിലേക്കുള്ള പ്ലാൻസ് എന്തൊക്കെയാണ്? ഇതിന് വൈ ഡിഗ്രിയുടെ ഒരു ആശയം എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എനിക്കിപ്പോൾ മുന്നോട്ടുള്ള പ്ലാൻസ് ആണെങ്കിലും എല്ലാം റിവോൾവ് ചെയ്യുന്ന, എൻ്റെ ഇപ്പോൾ ലൈഫ് തന്നെ റിവോൾവ് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ വൈ ഡിഗ്രിയാണ്. കാരണം ഈ പറയുന്ന പോലെ ഒരു ബിസിനസ് എന്നോ ഒരു റവന്യൂ എന്നുള്ള രീതിയിൽ തുടങ്ങിയ ഒരു സാധനമല്ല വൈ ഡിഗ്രി എന്ന് പറയുന്നത്. അതിപ്പോൾ ഞാൻ വേറെ ബിസിനസ് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഹോക്സ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ പ്യുവർ റവന്യൂ എന്നല്ലാതെ വേറെ ഒരു ഇതില്ല. ബിസിനസ് റവന്യൂ ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ വൈ ഡിഗ്രി ഞാൻ തുടങ്ങിയതിനൊരു കാരണമുണ്ട്. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ്. ഡിഗ്രി ഇല്ലാത്തവർ മണ്ടന്മാരാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് തിരുത്തി എഴുതുക എന്നുള്ളത് തന്നെയാണ് വൈ ഡിഗ്രിയുടെ ഉദ്ദേശം, വേറെ ഒന്നുമല്ല. കാരണം ഈ പറഞ്ഞ ഒരു ട്രോമ എനിക്കുമുണ്ട്. ഞാൻ അതിൻ്റെ ഒരു വ്യക്തിയുമാണ്. എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ അച്ഛനാണോ എൻ്റെ അമ്മയോട് പറഞ്ഞിട്ട് നീ ഡിഗ്രിയില്ല എങ്ങും എത്തൂല. എൻ്റെ ഇത് ഇത്രയേ ഉള്ളൂ, ഞാൻ എത്തി കാണിച്ചു തരാം. ഓക്കെ, നേരത്തെ ചോദിച്ച ചോദ്യമാണ് ലോസ് എടുക്കാൻ എന്താണ് പ്രേരിപ്പിക്കുന്നത്, റിസ്ക് എടുക്കാൻ എന്താണ് പ്രേരിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞൊരു വാക്കാണ്, ഡിഗ്രി ഇല്ല ഞാൻ എത്തി കാണിച്ചു തരാമെന്ന് ഞാൻ അവരോടും പ്രോമിസ് ചെയ്തു, ഞാൻ എന്നോടും പ്രോമിസ് ചെയ്തു. അതിന് എന്ത് റിസ്ക്കും ഞാൻ എടുക്കും. ബീയിങ് എ മാൻ അതാണല്ലോ, വി ഷുഡ് സ്റ്റിക്ക് ടു അവർ പ്രോമിസസ്. അത് നമ്മളോട് പ്രോമിസ് ചെയ്യുന്ന കാര്യമാണ്. നമ്മളെപ്പറ്റി നല്ലത് പറയുന്നതായിരിക്കണം നമ്മളായിരിക്കണം. നമ്മളെപ്പറ്റി ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാവേണ്ട ആർക്കാണ്? നമുക്കാണ്. നമ്മളിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കേണ്ട ആർക്കാണ്? നമ്മളാണ്. വേറെ ആരെങ്കിലും വിശ്വസിക്കുമോ? ജെർവിൻ തന്നെ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഫാമിലിയിൽ ജെർവിന് ഒരു കോൺഫിഡൻസ് ഇല്ല, അത് ഉണ്ടാക്കുക എന്നുള്ളതാണ് ജെർവിൻ്റെ ഏറ്റവും വലിയൊരു ഉദ്ദേശം. ജെർവിന് ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായാൽ മാത്രമേ നാളെ ഫാമിലിയോട് ഒരു കോൺഫിഡൻസ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഫാമിലി ബെറ്ററായിട്ട് ഇത് ചെയ്യണം, അല്ലെങ്കിൽ അവർ ജെർവിനോട് ഒരു കോൺഫിഡൻസ് കാണിച്ചില്ല, പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ജെർവിന് ചെയ്തു കൊടുക്കണം. ഇതാണ് ആസ് എ മാൻ ജെർവിന് ഏറ്റവും കൂടുതൽ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം. ഇതേ കാര്യം തന്നെയാണ് എനിക്കും. അപ്പം ഇതുപോലെ സഫർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ കാണും. കാരണം ഈ പറഞ്ഞ പോലെ അവർക്ക് ഡിഗ്രി കഴിഞ്ഞ് കോളേജിൽ പോകാൻ ഇഷ്ടമല്ലായിരിക്കും, ഈ കോഴ്സിന് പോകണ്ട അവർക്ക്. പേരൻസ് എത്ര പിള്ളേർ സംസാരിക്കുന്നുണ്ടെന്ന് അറിയാം എൻ്റെ അടുത്ത്. അപ്പം അവർ പറയുന്നത് സാറേ എനിക്ക് പോകണ്ട, പക്ഷേ ഇവരോട് എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല, എനിക്ക് ഇവിടെ ജോയിൻ ചെയ്യണം, പക്ഷെ അവർ സമ്മതിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം നമ്മുടെ ഇപ്പോൾ ഈ സ്റ്റുഡൻസ് വഴി തന്നെ ഇത് ഡിഗ്രി ഇല്ലാതെ നമുക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കൊരു സ്കില്ലുണ്ടാക്കാൻ പറ്റും, നമുക്ക് ലൈഫിൽ ആഗ്രഹിച്ച എല്ലാ സാധനങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ 1% ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഈ പറഞ്ഞ 99% ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പം ആ ഒരു സിസ്റ്റം മാറ്റി എഴുതുക, അതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. വൈ ഡിഗ്രിയിൽ വരുന്ന ഓരോ സ്റ്റുഡൻറ്റും അവർ ട്രേഡിംഗ് ആയിക്കോട്ടെ എന്ത് മേഖലയിലും ആയിക്കോട്ടെ അവർക്ക് ശോഭിക്കാനുള്ള ഒരു സാധനം, അല്ലെങ്കിൽ അവർക്ക് പൈസ ഉണ്ടാക്കാനുള്ള കാര്യം. ഇപ്പം നമ്മുടെ ബിസിനസ്സിന് നമ്മൾ പറയുന്നുണ്ട്, ഇവിടെ വന്ന് അവർ സ്റ്റുഡൻസ് എല്ലാവരോടും ഒരു ബിസിനസ് ബിൽഡ് ചെയ്യുന്നുണ്ട്, പല ബിസിനസ്സുകൾ ബിൽഡ് ചെയ്യുന്നുണ്ട് പല ഏരിയയിൽ. ഈ ബിൽഡ് ചെയ്യുന്ന അവരുടെ ബിസിനസ്സിന് നമ്മൾ ഫുൾ അസിസ്റ്റൻസ് കൊടുക്കും. കാരണം എൻ്റെ ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് കമ്പനിയും കൂടെ. അപ്പോൾ ഇത്രയും അസിസ്റ്റൻസ് നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. കാരണം അവർ ഒരു ഡിഗ്രി ഇല്ലാതെ അവർ സ്കില്ലിൻ്റെ ബേസിൽ, അവരുടെ കഴിവിൻ്റെ ബേസിൽ, മെറിറ്റിൻ്റെ ബേസിൽ അവർക്ക് അവരുടെ ലൈഫ് സെറ്റിലാകാൻ പറ്റണം, അവർക്ക് ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആകാൻ പറ്റണം, ഫൈനാൻഷ്യലി ഫ്രീ ആകാൻ പറ്റണം. ഈ പറയുന്ന ആൾക്കാരുടെ ഫൈനാൻഷ്യലി ഫ്രീ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇത്ര % സേവ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഇത്ര ഇത് ചെയ്യുന്ന ഒരാൾക്ക് 5,000 5% ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് അവരുടെ ഫൈനാൻഷ്യൽ ഫ്രീഡം. അതല്ല ഫൈനാൻഷ്യൽ ഫ്രീഡം. വെറെവർ യു ഗോ, വാട്ട് എവർ യു വാണ്ട് ടു ഡു, ഇതെല്ലാം ചെയ്യാൻ പറ്റണം. അതിൽ ലിമിറ്റേഷൻസ് ഉണ്ടാവരുത്.
ഡ്രീം ഉണ്ടാവണം ആൾക്കാർക്ക്. ഓക്കെ, എനിക്ക് ഈ വാച്ച് മേടിക്കണം, എനിക്ക് ഈ വണ്ടി ഓടിക്കണം, എനിക്ക് ഇത്രയും വലിയ വീട് വെക്കണം. ഓക്കെ, എൻ്റെ അച്ഛനെയും അമ്മയും കൊണ്ട് എനിക്ക് ദുബായിൽ പോകൊണ്ട് പറ്റണം, അല്ലെങ്കിൽ എൻ്റെ അമ്മയെ എനിക്ക് ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ പറ്റണം, അല്ലെങ്കിൽ അതുപോലെ ഓരോ ആഗ്രഹങ്ങളും. ഇപ്പോൾ എൻ്റെ അനിയനൊരു ബൈക്ക് മേടിക്കാൻ പറ്റണം, അല്ലെങ്കിൽ ഒരു കാർ മേടിക്കാൻ പറ്റണം. അതൊരിക്കലും ഞാൻ ജോലി കിട്ടി എൻ്റെ മാസ ശമ്പളത്തിൻ്റെ ഇതെത്ര മാസം ഞാൻ ഈ ശമ്പളം മേടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് ആയിരിക്കരുത്. ഇവർക്ക് എനിക്ക് ഇപ്പം ചെയ്യാൻ പറ്റണം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ഈ പറഞ്ഞ മാസ ശമ്പളം നോക്കിയിരിക്കുന്നതിന് 5-10 വർഷം കഴിഞ്ഞിട്ട് വീട്ടുകാരെ ദുബായ് കൊണ്ടുപോകാൻ നിൽക്കുമ്പോൾ അച്ഛനും അമ്മയും ജീവനോട് കാണുമെന്ന് ഉറപ്പുണ്ടോ? ഒരൊറപ്പില്ല, ഹെൽത്തും കാണണമെന്നില്ല. ഈ പറഞ്ഞ 25 വർഷം കഴിഞ്ഞ് 1 കോടി കിട്ടുമ്പോൾ ഈ പറയുന്ന ആൾക്കാരുണ്ടാവണമെന്നുണ്ടോ? നമുക്ക് വേണ്ടിയിട്ടല്ലോ, നമ്മുടെ ഫാമിലിക്ക് വേണ്ടി നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യും, നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, നമ്മുടെ മക്കളുണ്ടാവണേ മക്കൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യും. മാൻ ആണല്ലോ വുമൻ ആണല്ലോ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മുടെ കൂടെ ഉള്ളവർക്ക് വേണ്ടി. അപ്പം ഇതിനു വേണ്ടി നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റണമെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഫൈനാൻഷ്യൽ ഫ്രീ ആയിരിക്കണം. ഇപ്പൊ ചെയ്യാൻ പറ്റുമ്പോഴേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞാലും ജോലി ഇതും ഒക്കെ ചെയ്ത് നിന്നിട്ട് ഈ ആൾക്കാർ പോലും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇത് ആൾക്കാർ മനസ്സിലാക്കുക. അതുപോലെ ഈ പറയുന്ന എല്ലാ സ്റ്റുഡൻസും അവർ ഏത് ഏരിയയിലും ആയിക്കോട്ടെ അവർക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റണം. അതിനേത് ഇപ്പോൾ അറിയാലോ, സോഷ്യൽ മീഡിയയുടെ ക്ലാസ് ഞാൻ എടുത്ത് കൊടുക്കും, പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ ക്ലാസ് ഞാൻ എടുക്കും, മാർക്കറ്റിംഗ്, സെയിൽസ്, ഇത് എല്ലാം ഏത് ക്ലാസ് ഞാൻ എടുത്ത് കൊടുക്കും. കാരണം ഐ വാണ്ട് ദം ടു ഗ്രോ. അതാണ് മെയിൻ സാധനം. കാരണം എനിക്ക് പറഞ്ഞു തരാനില്ലായിരുന്നു. എന്നിട്ടും ഞാൻ ഈ പറഞ്ഞ പോലെ കുറേ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ എൻ്റെ വർഷങ്ങൾ കൊണ്ട് പഠിച്ച കാര്യങ്ങളാണ് ഇവർ വെറും മാസങ്ങൾ കൊണ്ട് ഇപ്പോൾ വൈഡിഗ്രി പഠിക്കുന്നത്. ഓക്കെ, അപ്പം അത് ബിൽഡ് ചെയ്യുക, ഇവരെ ബിൽഡ് ചെയ്യുക, ലൈക്ക് ഹെൽപ്പ് ദം മേക്ക് മണി. ഇത് തന്നെയാണ് വൈഡിഗ്രി വിഷൻ. അത് അത്ര ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുമോ അത്ര ആൾക്കാരിലേക്ക് എത്തിക്കുക. സ്റ്റുഡൻസ് ആയിക്കോട്ടെ, വർക്ക് ചെയ്യുന്നവർ, ജോലി ഇഷ്ടപ്പെടാതെ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്, പിന്നെ പ്രാരാബ്ദം കാരണം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, വേറെ വീട്ടുകാരെ വെറുപ്പിക്കാൻ വയ്യാത്തോണ്ട് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്, അല്ലെങ്കിൽ പ്രായമായവരാണെങ്കിൽ അവർക്ക് അറിയില്ലായിരുന്നു എന്ത് ചെയ്യണം, അങ്ങനെ അതെ EMI എടുക്കാൻ വേണ്ടി മാത്രം ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പ്രായമായവരാണല്ലോ, അവർക്ക് അറിയില്ല, ട്രഷറിയിൽ ഇടാം, മക്കൾക്ക് കിട്ടും, അല്ലെ മക്കളുടെ ഒരു കല്യാണം ആകുമ്പോഴത്തേക്ക് ഇതൊക്കെ പൊട്ടിക്കും. ഒരാളുടെ ലൈഫ് ടൈം ഒരു സീനിയർ സിറ്റിസന്റെ ലൈഫ് ടൈം ആയിട്ടുള്ള സേവിങ്സ് ഒരു മകളുടെ കല്യാണത്തിൽ തീർന്നു. അതാണോ ഫൈനാൻഷ്യൽ ഫ്രീഡം? അതാണോ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇവിടെ തരുന്ന ഫൈനാൻഷ്യൽ ഫ്രീഡം? അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 10 മക്കളെ കെട്ടിക്കാൻ പറ്റണം. ഓക്കെ, ഇത് ഈ കഷ്ടപ്പാടിൽ ഇത്ര രൂപ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മോളെ കെട്ടിച്ച് വിട്ട് തീർക്കാനുള്ളതല്ല. അയാളുടെ കഷ്ടപ്പാടിൻ്റെയും അയാളുടെ വിയർപ്പിൻ്റെയും അയാളുടെ ചോരയുടെയും അയാളുടെ അധ്വാനത്തിൻ്റെയും ഒരു വിലയാണ് ഈ പറഞ്ഞ പൈസ. അപ്പം ആ ലെവലിൽ കഷ്ടപ്പെട്ട ഒരാൾക്ക് ഒരു മകളുടെ കല്യാണം കഴിച്ച് കുറേ സ്വർണം മേടിച്ച് കുറേ ആൾക്കാരെയും വിളിച്ച് സദ്യയും കൊടുത്ത്, മനസ്സിലായോ, റിസപ്ഷൻ നടത്തി കളയാനുള്ളതല്ല പൈസ. അത് എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റണം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വിഷൻ, അല്ലെ വൈഡിഗ്രിയുടെ വിഷൻ. ആൾക്കാർക്ക് ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കുക, പൈസ ഉണ്ടാക്കാൻ പഠിക്കുക. മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം വരവിനനുസരിച്ച് ചിലവാക്കുക എന്നുള്ളതല്ലാതെ ചിലവിനനുസരിച്ച് വരവുണ്ടാക്കണം എന്നുള്ളത് ആൾക്കാരെ പഠിപ്പിക്കാൻ പറ്റുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് സ്റ്റുഡൻസിനോടും എല്ലാവരോടും പറയാൻ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിനകത്തിൽ എതിരഭിപ്രായമുള്ള ഒരുപാട് പേര് കാണും. പിന്നെ ഉറപ്പായിട്ടും എന്നാലും കുഴപ്പമില്ല, ഇത് അവർ നിരുത്തി ആലോചിച്ച് അവർക്ക് തന്നെ മനസ്സിലാക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ചിലർക്ക് ഉള്ളൊരു കാര്യമുണ്ട്, ഇപ്പോൾ ഒരാൾ അവരെക്കാളും നല്ലതായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ കള്ളനാന്ന് പറയും. കാരണം അവരെ കൊണ്ട് അത് പറ്റിയിട്ടില്ല, അതുകൊണ്ട് വേറെ ഒരാളൊക്കെ അവരങ്ങനെ പറഞ്ഞു പോകും. അതേപോലെ വേറെ കള്ളക്കടത്ത് നടത്തിയോ, വലിയ നിലയിൽ എത്തിക്കഴിഞ്ഞാൽ കള്ളക്കടത്ത് നടത്തിയോ, ഇവിടെങ്ങും അല്ല വേറെ എവിടെയൊക്കെയോ എന്തൊക്കെയോ പരിപാടി ഉണ്ടെന്ന് ഇതൊക്കെ പറയും. അപ്പം ഇതിനകത്താണെങ്കിലും പറയും, ഡിഗ്രിക്കാരൻ ഉണ്ടെന്ന് വിളിക്കാൻ, നീ ആരാ, നിനക്ക് ഡിഗ്രി ഉണ്ട്? എനിക്ക് ഡിഗ്രി ഇല്ല, പക്ഷേ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് വേണമെന്ന് തോന്നി എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ? നിങ്ങൾക്ക് ഡിഗ്രിയാണ്, നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ? ഇത്രയേ ഉള്ളൂ ചോദ്യം. പിന്നെ ജെർവിനോട് ചോദിക്കട്ടെ, ജെർവിന് ഏറ്റവും കൂടുതൽ വൈ ഡിഗ്രി വന്നിട്ട് ഇഷ്ടപ്പെട്ട കാര്യം എന്തൊക്കെയാണ്? വൈ ഡിഗ്രിയിൽ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട ഇവിടുത്തെ സ്റ്റുഡൻസ് 12ാം ക്ലാസ് തൊട്ട് ഒരു എന്നെക്കാൾ ഏജിന് ഇപ്പോൾ ഭയങ്കര ഏജ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറൻസ് ഉള്ളവർ വരെ നമ്മുടെ സ്റ്റുഡൻസാണ്. അതായത് അവർ അത്രയും നാൾ വർഷങ്ങളോളം കഷ്ടപ്പെട്ടിട്ടും എങ്ങും എത്താൻ പറ്റുന്നില്ല, എന്നിട്ട് വൈ ഡിഗ്രിയിൽ ചേർന്നവരാണ്. വിദേശത്തുള്ളവരാണേലും അവർ 50-60 വയസ്സായിട്ട് പോലും എങ്ങും എത്താൻ പറ്റില്ല. എന്നിട്ടാണ് പിന്നീടാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്താ എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മുടെ വൈ ഡിഗ്രിയിൽ ജോയിൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞാലും 45 വയസ്സുണ്ട്, പക്ഷേ മോളെ ചേർക്കണം, മോള് നേരത്തെ പഠിക്കട്ടെ, എനിക്ക് ഇപ്പോഴേ. അതെ പുള്ളിയാണേൽ കറക്റ്റ് വെളിയിൽ പോയി കഷ്ടപ്പെടുക. എന്നിട്ടും പിന്നീടാണ് ഇങ്ങനൊരു മേഖലയുണ്ടെന്നുള്ള, സ്റ്റോക്ക് മാർക്കറ്റ് ഇങ്ങനെ ഒരു മേഖലയുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ചിലർ പഠിക്കാനുള്ള ഇത് കാണിക്കുമല്ല,
ഇപ്പോൾ വിശ്വനാഥ് ചേട്ടനാണേലും പഠിക്കാനുള്ള ഇത് കാണിച്ച് അങ്ങനെ പ്രായത്തിന്, അതായത് നല്ല പ്രായമുള്ളവർ പഠിക്കാൻ ആ പ്രായത്തിലും പഠിക്കാൻ ആ പ്രായത്തിൽ ആ ഫിസിക്കും അത് തന്നെ. അപ്പം ആ പ്രായത്തിലും കാണിക്കുന്ന മനസ്സ് എല്ലാവർക്കും അത് പറ്റണമെന്നില്ല ആക്ച്വലി. അപ്പം അതുപോലെ കുറേ സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പോൾ വേറെ സ്റ്റുഡൻസ് 17 വയസ്സുള്ളവർ പോലും ഉണ്ട്. ഇപ്പോൾ പാൻ കാർഡ് എടുക്കാൻ പറ്റാത്തവരും ഒക്കെ ആണെങ്കിലും ഇതിലുണ്ട്. അവരവരുടെ പേരൻസിൻ്റെ പാൻ കാർഡ് യൂസ് ചെയ്ത് പാൻ കാർഡ് അത് വെച്ച് എന്നിട്ട് അക്കൗണ്ട് തുടങ്ങി എന്നിട്ട് നമ്മുടെ ഇതിൽ ഡിഗ്രിയിൽ ജോയിൻ ചെയ്ത് അതിന് ക്യൂരിയോസിറ്റി ആ യങ് ഏജിൽ. കാര്യം ഇപ്പോൾ നമ്മുടെ വാറൻ ബഫറ്റ് ഒക്കെ ആണെങ്കിൽ പോലും 13ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ ഈ നമ്മുടെ സ്റ്റുഡൻസിന്, അതായത് പുതിയ തലമുറയ്ക്കൊരു അറിവ് കിട്ടിയിട്ടുണ്ട്. നേരത്തെ ഇങ്ങനത്തെ കാര്യങ്ങൾ നേരത്തെ പഠിച്ചു തുടങ്ങുവാണെങ്കിൽ അത്ര നല്ലതെന്നുള്ള രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കൂടുതലും ഡിഗ്രിയിൽ ഞാൻ കാണുന്നുണ്ട്. അങ്ങനത്തെ യങ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ ഇഷ്ടംപോലെ കാണുന്നുണ്ട്. അത് മാത്രമല്ല നല്ല നല്ല പ്രായമുള്ളവർ അതിൽ കാണുന്നുണ്ട് സ്റ്റുഡൻസ് ആയിട്ട്. ഇതാണ് ഡിഗ്രി ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. പിന്നെ ഇവിടെ പട്ടിപ്പണി എടുക്കാൻ പറ്റുന്നുണ്ട്. എനിക്കിവിടെ വർക്കിംഗ് അവേഴ്സ് ഒന്നും ഇല്ല. ഞാനുണ്ട് ഏറ്റവും സന്തോഷം. വർക്കിംഗ് അവേഴ്സ് ഒന്നുമില്ല, ഫുൾ ടൈം പണി. ഇഷ്ടമല്ലാത്ത ഡിഗ്രി ഇഷ്ടമല്ലാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചെറുപ്പം ആദ്യമായിരിക്കും പറയുന്നത് ഫുൾ ടൈം പണി. രാവും പകലും ഇല്ല, പണി മാത്രം. ആൾക്കാരൊക്കെ എനിക്ക് ജെർമനിയുടെ ഞാനൊന്നും പറയുന്നില്ല. ഓക്കെ, സോ പോഡ്കാസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിട്ട് പോകുന്നു. നമുക്ക് ഇടയ്ക്ക് നിങ്ങൾ കമൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഓരോരോ ടോപ്പിക്കുകൾ എടുത്ത് നമ്മൾ ഇതുപോലെ ഒരു Q&A പോലെ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ പോഡ്കാസ്റ്റുകൾ നമ്മൾ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എന്തും പറയാം. ട്രേഡിംഗ് മാത്രം എന്നുള്ളതല്ല, ട്രേഡിംഗ് ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, സെയിൽസ് ആയിക്കോട്ടെ, ലൈഫ് മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ആയിക്കോട്ടെ, ഫിറ്റ്നസ് ആയിക്കോട്ടെ, എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാം. ലെറ്റ് us know in the comments. ഞങ്ങൾ ഇതുപോലെ കൂടുതൽ കണ്ടൻറ്റ്സ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് കുറേ വാല്യൂ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. കുറേ കാര്യങ്ങൾ, ഇൻസൈറ്റ്സ് ബേസ്ഡ് ഓൺ മൈ എക്സ്പീരിയൻസ്, മൈ നോളജ്, അങ്ങനെ പറഞ്ഞ കുറേ കാര്യങ്ങളാണ്. എതിരഭിപ്രായങ്ങൾ ഉണ്ടാവും. എന്നാൽ പോലും അതിന് നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ കുറച്ച് ആൾക്കാർക്ക് ഇതുകൊണ്ടൊരു ഗുണം ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ മാറി ചിന്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം see you on another podcast, another video with more valuable contents. Until then, bye bye, take care.